വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് ബോബി ചെമ്മണ്ണൂരുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് തന്നെ ആദ്യം പോകണം. ഇന്നലെ രാത്രി മുഴുവൻ ബോബി ചെമ്മണ്ണൂർ ഉണ്ടായിരുന്നത് കൊച്ചി സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ്. അവിടെ ചോദ്യം ചെയ്യലുണ്ടായിരുന്നു. നടി ഹണി റോസിന്റെ പരാതിയിൽ നമുക്കറിയാം ഇന്നലെ 7:15 ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്തത്. ഇന്നിപ്പോൾ കോടതിയിൽ ഹാജരാക്കും. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി ഇന്നലെ വയനാട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത ബോബിയെ എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലാണ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം അഭിഭാഷകരുടെ വലിയൊരു സംഘം, അതായത് സംസ്ഥാനത്ത് ലഭിക്കാവുന്ന ഏറ്റവും മുതിർന്നവരും ഏറ്റവും പരിചയസമ്പന്നരുമായ അഭിഭാഷകരുടെ വലിയൊരു സംഘം ബോബി ചെമ്മണ്ണൂരിനായി ഹാജരാകുമെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ബോബി ചെമ്മണ്ണൂരിന്റെ ഫോണ് ഫോറൻസിക് പരിശോധനയ്ക്കായി പിടിച്ചെടുത്തിട്ടുണ്ട് എന്ന വാർത്തയുമുണ്ട്. മജിസ്ട്രേറ്റിന് മുൻപാകെ രേഖപ്പെടുത്തിയ ഹണി റോസിന്റെ രഹസ്യമൊഴിയുടെ കൂടി അടിസ്ഥാനത്തിലാകും കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. ആജ്ഞ രവീന്ദ്രൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ആജ്ഞ, നേരത്തെ പറഞ്ഞതുപോലെ ബോബി ചെമ്മണ്ണൂരിന്റെ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. കാരണം രഹസ്യമൊഴിയിൽ നടി ഹണി റോസ് കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതാകുമ്പോൾ കൂടുതൽ വകുപ്പുകൾക്കുള്ള സാധ്യതയുമുണ്ട്. ഗുരുതരമായ ആരോപണങ്ങളാണെങ്കിൽ ഗുരുതരമായ വകുപ്പുകളിലേക്ക് തന്നെ കാര്യങ്ങൾ പോകും. ഭാരതീയ ന്യായ സംഹിതയൊക്കെ കുറച്ചുകൂടി ശക്തമായ വകുപ്പുകൾ ഇത്തരം കേസുകൾക്ക്, ഇത്തരം സംഭവങ്ങൾക്ക് ചുമത്താൻ കഴിയുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ BNS 75 1 and 4 ആണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ ചുമത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട കുറ്റങ്ങളിലൊന്ന്. ഇത് പറഞ്ഞതുപോലെ ജാമ്യമില്ലാത്ത വകുപ്പിൽ പെടുന്നതുമാണ്. അതേസമയം ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് അങ്ങേയറ്റം നാടകീയമായ നീക്കങ്ങളിലൂടെയാണെന്നുള്ള കാര്യം വ്യക്തമാണ്. കാരണം വയനാട് SP-യുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്യാൻ എത്തുമ്പോഴാണ് അവിടുത്തെ ലോക്കൽ പോലീസ് പോലും അറിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. എന്തായാലും ഇന്നലെ വൈകുന്നേരം 7 മണിയോട് കൂടിയാണ് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ വയനാട്ടിൽ നിന്നും ബോബി ചെമ്മണ്ണൂരിനെ എത്തിച്ചത്. അതിനുശേഷം വൈദ്യപരിശോധന നടത്തി. ഇന്ന് രാവിലെ 5:15 വൈദ്യപരിശോധന നടത്തിയിട്ടുണ്ട്. അതായത് ഇന്ന് 11 മണിക്ക് ബോബി ചെമ്മണ്ണൂരിനെ കോടതിയിൽ ഹാജരാക്കും. തുടർ നടപടികൾ ഉണ്ടാകുക, റിമാൻഡിലേക്ക് ആയിരിക്കും എന്നുള്ള ഒരു നിരീക്ഷണമാണ് ഇപ്പോൾ നിയമവിദഗ്ധരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എന്തായാലും ബോബി ചെമ്മണ്ണൂരിനെ അതീവ ശ്രദ്ധയോടുകൂടിയാണ് പോലീസ് ഇക്കാര്യത്തിൽ ഇടപെട്ടതും അദ്ദേഹത്തെ രക്ഷപ്പെടാനാകാത്ത വിധം അല്ലെങ്കിൽ ഒളിവിൽ പോകാനാകാത്ത വിധം കുരുക്കിയത് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഹണി റോസ് ഈ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി, DGP, അതുപോലെ ADGP മനോജ് എബ്രഹാം, സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ തുടങ്ങിയവരുമായി നിയമോപദേശം തേടിയ ശേഷവുമാണ് ഈ കാര്യത്തിൽ തീരുമാനമെടുത്തതും അതിൽ ഉടനടി നീക്കമുണ്ടാവുകയും ചെയ്തു എന്നുള്ള കാര്യം ഇന്നലെ ഹണി റോസ് തന്നെ നമ്മളോട് പ്രതികരിച്ചതാണ്. അവർക്ക് അങ്ങേയറ്റം ആശ്വാസകരമായ ഒരു നീക്കമായിരുന്നു സംസ്ഥാന പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നവർ പറഞ്ഞു വെക്കുമ്പോൾ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ നിരന്തരം അവരെ അധിക്ഷേപിക്കുകയും ബോബി ചെമ്മണ്ണൂരിന്റെ ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യുമ്പോൾ പരസ്യമായി വേദിയിൽ വെച്ച് അധിക്ഷേപിച്ചത് മുതലുണ്ടായ സാഹചര്യങ്ങൾ അവർ നിരത്തി പറയുമ്പോഴും അത്തരം കാര്യങ്ങൾ തനിക്ക് താല്പര്യമില്ല അല്ലെങ്കിൽ തനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് പറഞ്ഞപ്പോഴും ഇത്തരം കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കുന്ന ഒരു നിലയിലേക്ക് തന്നെയായിരുന്നു ബോബി ചെമ്മണ്ണൂർ പോയിരുന്നത്. അതുമാത്രമല്ല, സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹം പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ കണ്ടാലും ഇത്തരത്തിൽ അശ്ലീല ചുവയോടെയുള്ള അല്ലെങ്കിൽ ദ്വയാർത്ഥ പ്രയോഗങ്ങളോട് കൂടിയുള്ള വീഡിയോകളാണ് എന്ന് കാഴ്ചക്കാരെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ഇതിൽ മൊത്തത്തിൽ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ അല്ലെങ്കിൽ കേരളത്തിലുള്ള ജനങ്ങൾക്കുൾപ്പെടെ മൊത്തത്തിൽ ഇത്തരം ഒരു അസ്വസ്ഥത കൂടി നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കും. അല്ലെങ്കിൽ അത്തരം ഒരു അവസ്ഥ കൂടി നിലവിലുണ്ട്. അതുകൂടി കണക്കിലെടുത്തായിരിക്കും ഈ ബോബി ചെമ്മണ്ണൂരിനെതിരെ ചുമത്തപ്പെടുന്ന കുറ്റം. എന്തായാലും 10 അംഗ അന്വേഷണ സംഘത്തെയാണ് രൂപീകരിച്ചിരിക്കുന്ന. ACP ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണ സംഘത്തെ നയിക്കുക. അതിൽ 3 വനിതാ പോലീസുകാരുണ്ട്, സൈബർ സെല്ല് ഉദ്യോഗസ്ഥരുണ്ട്. എന്തായാലും IT ആക്ട് പ്രകാരവും ഈ ബോബി ചെമ്മണ്ണൂരിനെതിരെ കേസ് ചുമത്തപ്പെട്ടിട്ടുണ്ട്. ഇത് മാത്രമല്ലാതെ ഹണി റോസിന്റെ പോസ്റ്റുകൾക്ക് താഴെയും അല്ലെങ്കിൽ അവരുടെ പേജിലും ഒക്കെ അശ്ലീല കമന്റ് ഇടുന്ന ആളുകളെയും പോലീസ് നിരീക്ഷിക്കുന്നുണ്ട്. ഈ 30ഓളം പേരെ കഴിഞ്ഞ ദിവസം ഐഡന്റിഫൈ ചെയ്ത പോലീസ് പറഞ്ഞിട്ടുണ്ട്. പലരും ഇക്കാര്യത്തിൽ വ്യാജ അക്കൗണ്ടുകൾ ഉണ്ടാക്കി അത് ഡിലീറ്റ് ചെയ്ത് പോയ ഒരു സാഹചര്യം അത്യാവശ്യം ഒരു ചെറിയ ക്രൈസിസിലേക്ക് സൈബർ സെല്ലിനെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് ലൊക്കേഷൻ വെച്ചിട്ട് അതിനെ ട്രേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സംവിധാനം ഉപയോഗപ്പെടുത്തുകയാണ് സൈബർ പോലീസിന്റെ. ബോബി ചെമ്മണ്ണൂരിന്റെ ഇന്റർവ്യൂ എടുക്കുകയും അതിൽ ചില തംബ്നെയിലുകളൊക്കെ വെച്ചിട്ട് ആ ഇന്റർവ്യൂ ഒക്കെ വല്ലാതെ പ്രസിദ്ധപ്പെടുത്തുകയും
ഒക്കെ ചെയ്ത ചില യൂട്യൂബ് ചാനലുകളുണ്ട്. 20ഓളം യൂട്യൂബ് ചാനലുകൾ അത്തരത്തിൽ ചെയ്തിട്ടുണ്ട് എന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. അവർക്കെതിരെയും നടപടി വേണമെന്ന ആവശ്യം ഹണി റോസ് ഉന്നയിച്ചിട്ടുണ്ട്. കാരണം അശ്ലീലപരമായ പല തംബ്നെയിലുകളും സോഷ്യൽ മീഡിയയിൽ കൂടി ഇങ്ങനെ പറക്കുകയായിരുന്നു ഈ സംഭവങ്ങൾക്കൊക്കെ ശേഷം. അതൊക്കെ അവർക്ക് വലിയ മനോവിഷയം ഉണ്ടാക്കിയിട്ടുണ്ട് ഹണി റോസ്, നമുക്കറിയാം. അങ്ങനെയുള്ള യൂട്യൂബ് ചാനലുകൾക്കെതിരെയും നടപടിയുമായി പോലീസ് മുന്നോട്ട് പോവുകയാണെന്നാണ് മനസ്സിലാക്കേണ്ടത്, അല്ലേ? തീർച്ചയായിട്ടും രഞ്ജിത്ത്, കാരണം 20 യൂട്യൂബർമാർക്കെതിരെയാണ് ഇത്തരത്തിൽ ഹണി റോസിന്റെ ചിത്രം ഉപയോഗിച്ച് തംബ്നെയിൽ, നമുക്കറിയാം ഒരു തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ സൈക്കോളജിക്കൽ മൂവ് കൂടി അതിലേക്ക് വളരെ വേഗം അത് റീഡറിനെ അല്ലെങ്കിൽ അത് കാണുന്ന ക്യാച്ചറെ ആകർഷിക്കുന്ന ഒരു തരത്തിലേക്കാണ് ഇത്തരം തംബ്നെയിലുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ആ ഒരു തരത്തിൽ വളരെ വേഗം അതല്ലെങ്കിൽ അശ്ലീലത കലർന്ന തരത്തിലുള്ള തംബ്നെയിലുകൾ ഉപയോഗിച്ചു എന്ന് കാണിച്ചുകൊണ്ട് തന്നെ ഹണി റോസ് ഈ കാര്യത്തിൽ നേരത്തെ തന്നെ പരാമർശമുണ്ടായിരുന്നു. 20ഓളം യൂട്യൂബർമാർക്കെതിരെ ഇത്തരം പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. അതായത് തൻ്റെ ചിത്രം ഉപയോഗിച്ചു ഇത്തരം അശ്ലീല തംബ്നെയിലുകൾ ഉണ്ടാക്കുന്നു, അതല്ലെങ്കിൽ ഇത്തരത്തിൽ വളരെ വേഗം ശ്രദ്ധയാകർഷിക്കുന്ന രീതിയിൽ ഇത് വായിച്ചേ പോകൂ എന്നുള്ള ഒരു ടെൻഡൻസി ഉണ്ടാക്കുന്ന തരത്തിലുള്ള തംബ്നെയിലുകൾ ഉണ്ടാക്കുന്നു. അതിന് എതിരെ നടപടി വേണമെന്ന് ഹണി റോസ് കഴിഞ്ഞ ദിവസം ഈ പരാതികൾ നൽകിയപ്പോൾ, ഈ കമന്റ് ഇട്ട പരാതികൾ നൽകിയപ്പോൾ കുമ്പള സ്വദേശിയായിരുന്ന ഒരാളെ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരുന്നു. അതേസമയം 20 പേരോളം ട്രാക്കിലാണ്. 20 പേർക്കെതിരെ ഉടനെ നടപടി ഉണ്ടാകുമെന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ സിറ്റി പോലീസ് കമ്മീഷണർ പുട്ടവിമലാദിത്യ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയതുമാണ്. ഈ ഒരു സാഹചര്യത്തിൽ അന്ന് വൈകുന്നേരം തന്നെയാണ് ഈ യൂട്യൂബർമാരുടെ കാര്യവും ഹണി റോസ് പരാമർശിച്ചത്. അതിനുശേഷമായിരുന്നു ബോബി ചെമ്മണ്ണൂരിനെതിരെ പരാതി നൽകിയതും. അതുവരെയും അവർ ആ പ്രമുഖൻ ആരെന്ന് വ്യക്തമാക്കിയിരുന്നില്ല എന്നുള്ള കാര്യം ശ്രദ്ധേയമാണ്. അവർ പരാതി നൽകും അല്ലെങ്കിൽ നിയമപരമായി താൻ മുന്നോട്ട് പോകുമെന്ന് പറയുമ്പോഴും അതുവരെയും ബോബി ചെമ്മണ്ണൂരായിരുന്നു ഇതിന്റെ പിന്നിലെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുമായിരുന്നെങ്കിൽ പോലും അവരത് വ്യക്തമാക്കിയിരുന്നില്ല. പക്ഷെ പരാതി കൊടുത്ത ശേഷം മാത്രമാണ് അവരുടെ തന്നെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെ തന്നെയാണ് നമ്മൾ ഉൾപ്പെടെ എല്ലാവരും അറിഞ്ഞത് ഇത്തരത്തിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ അവർ പരാതി നൽകിയിട്ടുണ്ട്. താങ്കളുടെ പണത്തിന്റെ ഹുങ്കിൽ വിശ്വസിക്കൂ, ഞാൻ ഭാരതത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വസിക്കുന്നു എന്നുള്ള കുറിപ്പോട് കൂടിയാണ് ഹണി റോസ് ഈ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റയിലായാലും ഒക്കെ പോസ്റ്റ് ചെയ്തിരുന്നത് അങ്ങനെയായിരുന്നു. അതിനുശേഷമാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ ആണ് പരാതി നൽകിയതെന്ന് ലോകം അറിയുന്നത് തന്നെ. എന്തായാലും അതിനുശേഷം തുടർ നടപടികൾ വളരെ വേഗത്തിലാണ് ഉണ്ടായത്. അതേസമയം ഇന്ന് രാവിലെ വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചപ്പോഴും എറണാകുളം ജനറൽ ആശുപത്രിയിലാണ് വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചപ്പോഴും അങ്ങേറ്റം കൂസലില്ലാതെയാണ് ബോബി ചെമ്മണ്ണൂർ. ഒട്ടും കൂസലില്ലാതെയാണ് മാധ്യമങ്ങളോട് സമീപിച്ചതും അതല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനെ അദ്ദേഹം ഫേസ് ചെയ്തതും അത്തരത്തിൽ അഭിമുഖീകരിച്ചതും അത്തരത്തിൽ ഒട്ടും കൂസലില്ലാതെയാണ് എന്നുള്ള റിപ്പോർട്ടുകളുമുണ്ട്. അങ്ങനെ തന്നെയാണ്. മാത്രമല്ല ശരി, ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ബോബി ചെമ്മണ്ണൂരിന് കുരുക്ക് മുറുകയാണ്. ഹണി റോസ് കൂടുതൽ പരാതികൾ നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം രഹസ്യമൊഴിയിലും ഗൗരവതരമായ ചില ആരോപണങ്ങൾ ഉണ്ട് എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. മറ്റൊരു വാർത്ത, കേരള കോൺഗ്രസ് എമ്മിന് UDF ആണ് നല്ലതെന്ന് രമേശ് ചെന്നിത്തലയുടെ പരാമർശമാണ്. മുന്നണി വിപുലീകരണത്തിനുള്ള ചർച്ചകൾ തുടങ്ങിയെന്ന് സമ്മതിക്കുന്നില്ലെങ്കിലും വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നുവെന്നാണ് ചെന്നിത്തല പറയുന്നത്. ന്യൂസ് 18 സീനിയർ എഡിറ്റർ മഞ്ജുഷ് ഗോപാലുമായി സംസാരിക്കുകയായിരുന്നു ചെന്നിത്തല. പക്ഷേ അങ്ങനെ വരുമ്പോഴും ഇപ്പോഴത്തെ ഈ സംവിധാനം വെച്ച് UDFന്റെ ഈ സംവിധാനം വെച്ചുകൊണ്ട് തന്നെ 2026 തെരഞ്ഞെടുപ്പിനെ നേരിടാം എന്നുള്ളത് ഒരു അമിതമായ ആത്മവിശ്വാസമല്ല. ഒരു UDF യോഗം പോലും ചേരാറുണ്ടോ? ഒരിക്കലുമില്ല. എന്തുകൊണ്ടല്ല? താങ്കൾക്ക് ആ ഒരു ആത്മവിശ്വാസമൊക്കെ അതുകൊണ്ടാണ് ആദ്യം തന്നെ പറഞ്ഞത് കോൺഗ്രസും UDFുമാണ് അത് മനസ്സിലാക്കേണ്ടതെന്ന്. കേരളത്തിലെ കോൺഗ്രസും UDFും ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കണം. പലപ്പോഴും ഭിന്നസ്വരങ്ങൾ ഞങ്ങളുടെ ഇടയിൽ ഉണ്ടാകാറുണ്ട്. അത് ഒഴിവാക്കിയാൽ ജനങ്ങൾ തയ്യാറാണ്. അതുകൊണ്ട് മുന്നണി വിപുലീകരണം ഒന്നൊരു വിഷയമല്ല. ഇത് ജനങ്ങളുടെ ഇടയിൽ UDFനും പ്രതിച്ഛായയുണ്ട്. ഇപ്പം LDFിലെ ഘടകകക്ഷികൾ കൂടുതലുണ്ടെന്നുണ്ട്. അവിടെ യാതൊരു സ്വാതന്ത്ര്യം ആർക്കുമില്ല. ഇപ്പോൾ ജോസ് കെ മാണി ഞങ്ങളുടെ കൂടെ ആയിരുന്നെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ഇപ്പോൾ അഭിപ്രായത്തെ പുറത്ത് പറഞ്ഞേനെ ഇപ്പോൾ പറയുന്നുണ്ടോ? വന നിയമത്തിൽ ഭേദഗതി വരുത്തുന്നു, ആരെങ്കിലും മിണ്ടുന്നുണ്ടോ? ഇവിടെ വന്യജീവി കർഷകരെ ഒന്നൊന്നായി കൊന്നുകൊണ്ടിരിക്കുന്നു, അവർ മിണ്ടുന്നുണ്ടോ? എത്രയോ വിഷയങ്ങൾ സർക്കാരിനെതിരായിട്ടുണ്ട്. അവരെന്താ അതേസമയം UDFിലായിരുന്നവർക്ക് മിണ്ടാമായിരുന്നു. കാരണം UDF ആരുടെയും അഭിപ്രായത്തെ കൂച്ചുവിലങ്ങിടുന്നില്ല. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന സംവിധാനമാണ് UDF. പക്ഷേ LDFിൽ പറയാൻ പറ്റില്ല അവർക്ക്.
LDF-നകത്തുള്ള ഏതെങ്കിലും കക്ഷി അവരുടെ അഭിപ്രായം പുറത്ത് പറയുമായിരുന്നു? ആകെ പറഞ്ഞുകൊണ്ടിരുന്ന കാനൻ രാജേന്ദ്രൻ. അദ്ദേഹത്തിന് ശേഷം ആരും പറയാറില്ല. അപ്പോൾ അതാണ് UDF-ഉം LDF-ഉം തമ്മിലുള്ള വ്യത്യാസം. അതായത് കേരള കോൺഗ്രസ് എമ്മിന് നല്ല പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് UDF ആണ്. അത് അവർ തിരിച്ചറിയണം. അത് തിരിച്ചറിയുന്നില്ലല്ലോ അവരറിയുകയാണെങ്കിൽ നല്ല കാര്യം. അറിഞ്ഞില്ലെങ്കിലും ഞങ്ങൾക്ക് ഈ സംവിധാനത്തിലൂടെ അധികാരത്തിൽ വരാൻ കഴിയും എന്ന വിശ്വാസമാണ് എനിക്കുള്ളത്. ഇതാണ് വളരെ പ്രധാനമായി രമേശ് ചെന്നിത്തല പറഞ്ഞത്. കേരള കോൺഗ്രസ് എമ്മിന് UDF ആണ് നല്ലതെന്ന് രമേശ് ചെന്നിത്തല പറയുകയാണ്. കാരണം കേരള കോൺഗ്രസ് എമ്മിനെയും RJDയെയും ഒക്കെ UDF-ലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഇത്തരത്തിൽ പുരോഗമിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. മഞ്ജുഷ് ഗോപാലുമായി നടത്തിയ അഭിമുഖത്തിലാണ് രമേശ് ചെന്നിത്തല ഈ വിവരങ്ങൾ പങ്കുവച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് കേരള കോൺഗ്രസ് എമ്മിനെയും RJDയെയും മുന്നണിയിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ സജീവമാക്കി കോൺഗ്രസ്. മുസ്ലിം ലീഗിന്റെ പിന്തുണയോടെയാണ് കോൺഗ്രസിന്റെ നീക്കങ്ങൾ. BJP-യിലെ അസംതൃപ്തരെയും നേതൃത്വം ലക്ഷ്യമിടുന്നു. അതേസമയം സ്വാധീനം ഉറപ്പിക്കുന്നതിനുള്ള അവസരമാക്കി മുന്നണി വിപുലീകരണ ചർച്ചകളെ മാറ്റാനുള്ള മത്സരത്തിലാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനും രമേശ് ചെന്നിത്തലയും. അധികാരത്തിലെത്താൻ മുന്നണി വിപുലീകരണം അനിവാര്യമാണെന്ന തിരിച്ചറിവിലാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ചടുലമായ നീക്കങ്ങൾ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ട മധ്യ കേരളത്തിൽ കേരള കോൺഗ്രസ് തിരിച്ചു വന്നാൽ പഴയ പ്രതാപത്തിലേക്ക് എത്താമെന്നാണ് പ്രതീക്ഷ. പാർട്ടി ആവശ്യപ്പെട്ടിട്ടും മന്ത്രിമാറ്റത്തിന് തയ്യാറാകാത്ത NCPയെ ചൂണ്ടിക്കാണിച്ചാണ് ചർച്ചകൾ. എന്നാൽ കേരള കോൺഗ്രസിന്റെ ഒരു വിഭാഗത്തിന് മുന്നണി വിടുന്നതിനോട് യോജിപ്പില്ല. മന്ത്രിസഭയിൽ പ്രാതിനിധ്യം ഉണ്ടായിരിക്കെ മറിച്ചൊരു തീരുമാനം ഇപ്പോൾ എടുക്കുന്നതിൽ അർത്ഥമില്ലെന്നാണ് റോഷി അഗസ്റ്റിന്റെയും അനുകൂലികളുടെയും നിലപാട്. മാണി വിഭാഗത്തെ ഒപ്പമെത്തിക്കാനുള്ള ശ്രമങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് ചെന്നിത്തലയും ലീഗ് നേതൃത്വവും സംയുക്തമായാണ്. ഇടതുമുന്നണിയുമായി മനപ്പൊരുത്തം നഷ്ടപ്പെട്ട MV ശ്രേയംസ് കുമാറിന്റെ RJDയുമായും കോൺഗ്രസ് നേതൃത്വം ചർച്ചകൾ തുടങ്ങി. പാർട്ടികളെ മാത്രമല്ല ഇടതുമുന്നണിയിലെ അസംതൃപ്തരായ നേതാക്കളെയും UDF-ലേക്ക് എത്തിക്കാൻ ശ്രമമുണ്ട്. മന്ത്രിസ്ഥാനത്തിന്റെ പേരിൽ മുന്നണിയുമായി അകന്ന തോമസ് കെ തോമസിനെ ഒപ്പം കൂട്ടണമെന്ന അഭിപ്രായമുള്ളവരുമുണ്ട്. PV അൻവറിനെയും അദ്ദേഹത്തോട് അടുപ്പമുള്ള ഇടത് MLA-മാരെയും UDF ലക്ഷ്യമിടുന്നുണ്ട്. അതേസമയം അൻവറിന്റെ കോൺഗ്രസ് പ്രവേശനം സംബന്ധിച്ച സസ്പെൻസ് ഇപ്പോഴും തുടരുകയാണ്. ദേശീയ നേതൃത്വത്തിന്റെ അറിവോടെ രമേശ് ചെന്നിത്തല തന്നെയാണ് ഈ ചർച്ചകൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. BDJS-നെ വലത് ചേരിയിലെത്തിക്കാനുള്ള ശ്രമങ്ങൾക്ക് ചരടുവലി നടത്തുന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെ. NSS-ഉം SNDP-യും ഉൾപ്പെടെയുള്ള സാമുദായിക സംഘടനകൾ അകലം മറന്ന് വലതുപക്ഷത്തോട് അടുക്കുന്നത് ഇടതുമുന്നണിയിലെ അസംതൃപ്തരായ ഘടകകക്ഷികളുടെ മനസ്സിളക്കുമെന്ന പ്രതീക്ഷയും കോൺഗ്രസ് ക്യാമ്പിലുണ്ട്. UDF-നുള്ളിൽ സ്വാധീനം ഉറപ്പാക്കുന്നതിനുള്ള അവസരമാക്കി പ്രതിപക്ഷ നേതാവ് VD സതീശനും സ്വാധീനം തിരിച്ചുപിടിക്കാൻ രമേശ് ചെന്നിത്തലയും ഇരുവശങ്ങളിൽ നിന്ന് മുന്നണി വിപുലീകരണ ചർച്ചകൾക്ക് നേതൃത്വം നൽകുകയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തണമെങ്കിൽ ഘടകകക്ഷികളുടെ പിന്തുണയും പ്രധാനം. ഇതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇരു നേതാക്കളുടെയും തന്ത്രപരമായ നീക്കം. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ, ന്യൂസ് 18. ഡാൻ കുര്യൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ഡാന്, നമുക്കറിയാം മുന്നണി വിപുലീകരണം എന്നുള്ളത് UDF-ന്റെ അജണ്ടയാണ്. മധ്യകേരളത്തിലൊക്കെ കേരള കോൺഗ്രസിന്റെ മുന്നണി മാറ്റം എങ്ങനെ സ്വാധീനിച്ചു തെരഞ്ഞെടുപ്പ് പരാജയങ്ങളെ എന്നുള്ളത് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഏതാണ്ടൊരു രണ്ട് മനസ്സിൽ നിൽക്കുന്ന കേരള കോൺഗ്രസ് ഉണ്ട്, LDF-ൽ അവഗണന നേരിടുന്ന RJD ഉണ്ട്, PV അൻവർ ഉണ്ട്. അങ്ങനെ ഒരുപാട് സാധ്യതകൾ UDF-ന് മുന്നിലുണ്ട്. ഇനി ആര് മുൻകൈ എടുത്ത് ചർച്ച നടത്തും എന്നുള്ള ചോദ്യം മാത്രമേ ബാക്കിയുള്ളൂ. രഞ്ജിത്ത്, ചർച്ചകൾ ഒരു വശത്തെ രഹസ്യമായി തന്നെ പുരോഗമിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ഔദ്യോഗികമായി ഒരു നേതാക്കളും ഇത് സ്ഥിരീകരിക്കുന്നില്ല എങ്കിലും ആ ചർച്ചകളൊക്കെ ഒരുപാട് നേരത്തെ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ അവരെ മുന്നണിയുടെ ഭാഗമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്നതാണ് വസ്തുത. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് രഹസ്യമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ നമ്മൾ റിപ്പോർട്ടിൽ തന്നെ സൂചിപ്പിച്ച പോലെ BDJS-നെ UDF-ന്റെ ഭാഗമാക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾക്ക് പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെയാണ് നേതൃത്വം നൽകുന്നത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ. വെള്ളാപ്പള്ളി നടേശൻ BDJS NDA-യുടെ ഭാഗമായി തുടരുന്നതിൽ എന്താണ് അർത്ഥമുള്ളത് എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ കഴിഞ്ഞ ആഴ്ചയായിരുന്നു നടത്തിയത്. അത് വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അപ്പോഴും BDJS UDF-ന്റെ ഭാഗമാകുമോ എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ടായിരുന്നു. എന്തായാലും പ്രതിപക്ഷ നേതാവ് തന്നെയാണ് ഈ ചർച്ചകൾക്ക് രഹസ്യമായി നേതൃത്വം നൽകുന്നത് എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. അതിനു പുറമെയാണ് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ഹൈക്കമാൻഡിന്റെ കൃത്യമായ അറിവോടെ PV അൻവറിലൂടെ വടക്കൻ കേരളത്തിലെ ചില യുവ MLA-മാരെ കൂടി UDF-ന്റെ ഭാഗമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ, അതും
രഹസ്യമായി തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം PV അൻവറിനെ എവിടെ പരിഗണിക്കും, അതാണ് കോൺഗ്രസ് ക്യാമ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശങ്ക. കാരണം നിലമ്പൂരിൽ ആര്യടൻ ഷൗക്കത്ത് എന്ന ഒരു പ്രബലനായ നേതാവിനെ മാറ്റിക്കൊണ്ട് PV അൻവറിനെ അവിടെ സ്ഥാനാർത്ഥിത്വം നൽകാമെന്ന ഉറപ്പിൽ UDF-ലേക്ക് കൊണ്ടുവന്നാൽ അത് വലിയ തരത്തിൽ പാർട്ടിക്കുള്ളിൽ പ്രശ്നങ്ങളുണ്ടാക്കും. അതുകൊണ്ട് തന്നെയാണ് ജില്ലയിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കൾ വരെ അതിനെ എതിർക്കുന്ന ഒരു സാഹചര്യവുമായി രംഗത്ത് വരുന്ന പശ്ചാത്തലമുണ്ടായത്. അവിടെ അമിക്കബിളായ ഒരു സെറ്റിൽമെന്റിലേക്ക് എത്തുന്നതിന് ഏത് തരത്തിലായിരിക്കും PV അൻവറിനെ പാർട്ടിയിൽ ഉൾക്കൊള്ളാനാവുക എന്ന തരത്തിലുള്ള ചർച്ചകൾ നേതൃതലത്തിൽ സജീവമായി പുരോഗമിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിലടക്കം ഒരു ധാരണയിലെത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് PV അൻവറിന്റെ കോൺഗ്രസ് പ്രവേശനം അനിശ്ചിതമായി ഇങ്ങനെ തുടരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യവും. അതോടൊപ്പം കൂട്ടിവായിക്കേണ്ട കാര്യമാണ് കേരള കോൺഗ്രസ് എമ്മുമായി ബന്ധപ്പെട്ട് നേരത്തെ മുതൽ തന്നെ വലിയ തരത്തിൽ അസംതൃപ്തരായാണ് അവർ LDF-ന്റെ ഭാഗമായി തുടരുന്നത് എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ വരുന്നു. അതിന് പിന്നാലെ വന നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട നിലപാട് വ്യക്തമാക്കി ജോസ് കെ മാണി ഉൾപ്പെടെയുള്ളവർ മുഖ്യമന്ത്രിയെ നേരിട്ട് കാണുന്ന സാഹചര്യം. അപ്പോഴും ഔദ്യോഗികമായ പ്രതികരണങ്ങൾക്ക്, പരസ്യമായ പ്രതികരണങ്ങൾക്കൊന്നും ജോസ് കെ മാണിയോ അദ്ദേഹത്തിന്റെ അനുകൂലികളോ തയ്യാറായിട്ടില്ല. LDF-ൽ തന്നെ തുടരുമെന്ന് അവർ തന്നെ ആവർത്തിച്ച് പറയുന്ന സാഹചര്യം. അതിനിടയിലും ജോസ് കെ മാണി വിഭാഗത്തെ UDF-ന്റെ ഭാഗമായി തിരികെ UDF പാളയത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ ഊർജിതമായി നടക്കുന്നുവെന്ന വിവരമാണ് ലഭിക്കുന്നത്. കോട്ടയം, ഇടുക്കി ഉൾപ്പെടെയുള്ള ജില്ലകളിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-നുണ്ടായ തിരിച്ചടി മറികടക്കാൻ കേരള കോൺഗ്രസ് എം കൂടിയോ ഒപ്പം ഉണ്ടാകണമെന്ന പൊതു വിലയിരുത്തൽ UDF ക്യാമ്പിൽ സജീവമായി തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ജോസ് കെ മാണി വിഭാഗത്തെ ഏത് വിധേനയും UDF-ലേക്ക് തിരികെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രഹസ്യമായ നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ജോസ് കെ മാണി വിഭാഗത്തിൽ തന്നെ ഒരു ചെറിയ അഭിപ്രായ ഭിന്നത നിലനിൽക്കുന്നു എന്നതാണ് വസ്തുത. റോഷി അഗസ്റ്റിൻ അദ്ദേഹം മന്ത്രിസഭാംഗമാണ്. അതുകൊണ്ട് പാർട്ടിയുടെ ഒരു പ്രതിനിധി നിലവിൽ സർക്കാരിന്റെ ഭാഗമായി മന്ത്രിസഭാംഗമായി തുടരുമ്പോൾ പൊടുന്നനെ അങ്ങനെ ഒരു നിലപാടിലേക്ക് പോകേണ്ട കാര്യമില്ല എന്ന നിലപാടിലാണ് റോഷി അഗസ്റ്റിൻ, N ജയരാജ് ഉൾപ്പെടെയുള്ള നേതാക്കൾ. N ജയരാജ് ചീഫ് വിപ്പ് കൂടിയാണ്. അദ്ദേഹവും റോഷി അഗസ്റ്റിനും ഇപ്പോൾ ഒരു മുന്നണി മാറ്റത്തിന് ശ്രമം വേണ്ട എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് എന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ UDF പാളയത്തിലേക്ക് എത്താനുള്ള ശ്രമങ്ങൾ ജോസ് കെ മാണി വിഭാഗവുമായി അനൌദ്യോഗികമായി നടത്തുന്ന ചർച്ചകളിൽ അങ്ങനെയൊരു ശ്രമങ്ങൾ ഉണ്ടായാൽ അതിനോട് റോഷി അഗസ്റ്റിന്റെയും N ജയരാജിന്റെയും തുടർ പ്രതികരണങ്ങൾ എന്താകും എന്നതടക്കമുള്ള കാര്യങ്ങൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ കേരള കോൺഗ്രസിന്റെ ഭാവി നിർണ്ണയിക്കുന്നതിലടക്കം നിർണായകമായി മാറും. നമുക്കറിയാം ഒരുപാട് തവണ പിളർന്നാണ് അത് ഈ ഒരു രൂപത്തിലായി നിൽക്കുന്നത്. അവിടെ വീണ്ടും ഒരു പിളർപ്പെന്ന് പറയുന്നത് അത് കേരള കോൺഗ്രസിന് താങ്ങാൻ കഴിയുന്നതായിരിക്കില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ പാർട്ടിക്കുള്ളിൽ ഉണ്ടാകുന്ന അഭിപ്രായ ഭിന്നതകൾ മറികടന്നുകൊണ്ട് ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുക എന്ന ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ഒരു സാഹചര്യത്തോടുകൂടിയാണ് കേരള കോൺഗ്രസ് എം നിലവിൽ പൊക്കോണ്ടിരിക്കുന്നത്. അവിടെ ഏതായാലും ജോസ് കെ മാണിയുടെ നിലപാട് നിർണായകമാകും. അവിടെ കേരള കോൺഗ്രസ് എം LDF വിടുമോ എന്ന കാര്യത്തിലൊക്കെ ഇനിയുള്ള ദിവസങ്ങളിൽ ചർച്ചകൾ സജീവമാവുകയും ചെയ്യും. ഇതിനിടെ KPCC നേതൃയോഗം ഇന്ന് ചേരുകയാണ്. പാർട്ടി ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ ഉച്ചയ്ക്ക് 2 മണിക്കാണ് നേതൃയോഗം ചേരുക. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യും. വയനാട് DCC ട്രഷറർ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളും ചർച്ചയാകും. PV അൻവറിന്റെ കോൺഗ്രസ് പ്രവേശനത്തിലും UDF പ്രവേശനത്തിലും ഇന്ന് ധാരണ ഉണ്ടായേക്കും. ഇതിനിടെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി PV അൻവർ ഇന്ന് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഡാൻ കുര്യൻ തുടരുന്നുണ്ട്. ഡാന് ഒരുപിടി പ്രശ്നങ്ങളുണ്ട്, ഒരുപിടി കാര്യങ്ങളുണ്ട് UDF-ന് കോൺഗ്രസിന് സംസാരിക്കാൻ. ഈ മുന്നണി വിപുലീകരണം നേരത്തെ പറഞ്ഞതുപോലെ ലീഗുമായി ചേർന്ന് വലിയൊരു ശ്രമം നടക്കുന്നുണ്ട്. PV അൻവർ അവരുടെ മുന്നിലുള്ള ഒരു വലിയ വിഷയമാണ്. എങ്ങനെ PV അൻവറിനെ അക്കോമഡേറ്റ് ചെയ്യും എന്ന കാര്യത്തിലൊക്കെ ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ PV അൻവറിനെ കൈവിടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ ഒരുപാട് ചർച്ചകൾക്ക് തുടക്കം കുറിക്കുന്ന ഒരു യോഗം കൂടിയാകും ഇതല്ലേ? PV അൻവറിനെ കൈവിടില്ല എന്നതിനപ്പുറം കൈ കൊടുക്കുമ്പോൾ എന്തുറപ്പ് കൊടുത്തുകൊണ്ട് കൈ കൊടുക്കും? അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. കോൺഗ്രസ് നേതൃത്വത്തെ കുഴയ്ക്കുന്ന ഒരു ചോദ്യം അതാണ്. അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഏത് മണ്ഡലത്തിൽ അദ്ദേഹത്തിന് മത്സരിക്കാം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ പാർട്ടിയുടെ പ്രാദേശിക നേതൃത്വത്തിൽ ചില അഭിപ്രായ ഭിന്നതകൾ നിലനിൽക്കുന്നുണ്ട്. അത് പരിഹരിച്ചുകൊണ്ട് PV അൻവറിനെ UDF പാളയത്തിലേക്ക് എത്തിക്കുക എന്നതാണ് നേതൃത്വത്തിന് മുന്നിലുള്ള വെല്ലുവിളി. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇന്ന് KPCC നേതൃയോഗത്തിലുണ്ടാകും. അതിനുശേഷം തലസ്ഥാനത്തിന്റെ തുടരുന്ന PV അൻവർ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ KPCC നേതൃയോഗത്തിന് ശേഷമായിരിക്കും അങ്ങനെയൊരു കൂടിക്കാഴ്ച മുതിർന്ന നേതാക്കളുമായി PV അൻവർ നടത്തുക. അക്കാര്യങ്ങളിൽ വൈകാതെ തന്നെ ഒരു ധാരണയിലേക്ക് എത്തും. അതിന് മുന്നോടിയായിട്ടുള്ള ചർച്ചകൾ ഇന്ന് KPCC നേതൃയോഗത്തിൽ ഉണ്ടാകുകയും ചെയ്യും. അതിനു പുറമെയാണ് വയനാട് DCC ട്രഷറുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കുള്ളിൽ ഉണ്ടായിട്ടുള്ള വലിയ തരത്തിലുള്ള ഒരു വിവാദമുണ്ട്. ആ വിവാദങ്ങളിൽ
അച്ചടക്ക നടപടി അല്ലെങ്കിൽ ആഭ്യന്തര അന്വേഷണത്തിന് വേണ്ടി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നേതൃത്വത്തിലുള്ള സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. ആ സമിതിയുടെ റിപ്പോർട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ് പാർട്ടി നേതൃത്വം. പക്ഷേ പ്രവർത്തകർക്കിടയിലടക്കം അത് വലിയ തരത്തിലുള്ള ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ KPCC നേതൃയോഗത്തിൽ വരുന്ന വിമർശനങ്ങൾ ശ്രദ്ധേയമായി മാറും. അതോടൊപ്പമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് പാർട്ടിക്ക് അടിയന്തരമായി നടപ്പിലാക്കേണ്ട മുന്നൊരുക്കങ്ങൾ, പ്രത്യേകിച്ച് പൊതുസംഘടനയടക്കം അനിശ്ചിതത്വത്തിലായി നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഏത് തരത്തിലായിരിക്കണം താഴെത്തട്ട് മുതൽ പാർട്ടിയെ ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി സജ്ജമാക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇന്നത്തെ KPCC നേതൃയോഗത്തിൽ ചർച്ച ചെയ്യപ്പെടും. മുൻ KPCC അധ്യക്ഷന്മാർ, കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇന്നത്തെ നേതൃയോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നതും. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും KPCC നേതൃയോഗം ഇന്ന് ചേരുന്നുണ്ട്. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ അതിന്റെ ഭാഗമാകും. വയനാട് DCC ട്രഷറർ NM വിജയന്റെയും മകന്റെയും മരണത്തിൽ കൂടുതൽ പേരെ പ്രതി ചേർത്തേക്കും. കത്തിൽ പരാമർശിച്ച കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുക്കും. ബത്തേരി DYSPയുടെ നേതൃത്വത്തിൽ ഇന്നലെ ബന്ധുക്കളുടെ മൊഴി എടുത്തിരുന്നു. അതേസമയം IC ബാലകൃഷ്ണൻ MLA രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കാനാണ് CPMന്റെ തീരുമാനം. MS അനീഷ് കുമാർ ഉണ്ട്. അനീഷ്, ഇന്നലെ കുടുംബാംഗങ്ങളെ KPCC ഉപസമിതി കണ്ടിരുന്നു. കുറെ കാര്യങ്ങളൊക്കെ അവരെ ധരിപ്പിക്കാനായി, കുറച്ചൊന്നും ഭയപ്പെടുത്താനായി എന്നാണ് മനസ്സിലാകുന്നത്. അതിനുശേഷം പാർട്ടിക്കൊപ്പമെന്ന നിലപാട് അവർ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. എന്താണ് നൽകിയ ഉറപ്പ്? ഒപ്പം ഈ അന്വേഷണത്തിന്റെ ഇപ്പോഴത്തെ നില എന്താണ്? രഞ്ജിത്ത്, KPCC ഉപസമിതി ഇന്നലെ കുടുംബത്തെ സന്ദർശിച്ചിരുന്നു. അവർ ഈ കുടുംബത്തിന്റെ സാമ്പത്തിക ബാധ്യതകൾ പൂർണ്ണമായി ഏറ്റെടുക്കാമെന്ന ഉറപ്പാണ് ആദ്യഘട്ടത്തിൽ നൽകിയത്. ഇക്കാര്യത്തിൽ ഉപസമിതി ഒരു തീരുമാനം പ്രഖ്യാപിച്ചെങ്കിലും നേതൃതലത്തിലെ തീരുമാനം ഇക്കാര്യത്തിൽ അനിവാര്യമാണ് എന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കുടുംബത്തെ അറിയിച്ചിരുന്നു. എന്തായാലും ഇന്ന് നടക്കുന്ന KPCC യോഗത്തിലടക്കം ഇക്കാര്യം അറിയിക്കുകയും പ്രതിപക്ഷ നേതാവിന്റെയും ഒപ്പം KPCC പ്രസിഡന്റിന്റെയും ഒരു സമ്മതത്തോടു കൂടി തന്നെ ഒരു പ്രത്യേക പാക്കേജ് ഈ കുടുംബത്തിനായി നടപ്പിലാക്കാം എന്നാണ് അറിയുന്നത്. പ്രത്യേകിച്ചും ഈ കേരള ഘടകത്തിന് മാത്രമല്ല കേന്ദ്ര ഘടകത്തിന്റെയും ഈ രാഹുൽ ഗാന്ധി പ്രതിനിധീകരിച്ചിരുന്ന മണ്ഡലമാണ്, ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി പ്രതിനിധീകരിക്കുന്ന മണ്ഡലമാണ്. അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ദേശീയ തലത്തിൽ പോലും സ്വാധീനിക്കുമെന്ന സാഹചര്യത്തിൽ കേന്ദ്രത്തിന്റെ അടക്കം അല്ലെങ്കിൽ ഹൈക്കമാൻഡ് അടക്കം പിന്തുണ ഇക്കാര്യത്തിൽ തേടുമെന്നാണ് KPCC ഉപസമിതി അറിയിച്ചത്. അക്കാര്യങ്ങൾ ആവശ്യത്ത് നിൽക്കുമ്പോഴും നിയമപരമായ ചില ബാധ്യതകൾ ഇപ്പോഴും നിലനിൽക്കുന്നു. അല്ലെങ്കിൽ നിയമത്തിന്റെ ഒരു പരിരക്ഷ ഇക്കാര്യങ്ങൾക്കൊന്നും കിട്ടില്ല എന്ന് ഉറപ്പാണ്. കുടുംബത്തെ പിന്തിരിപ്പിക്കാൻ മാത്രമാണ് ഇത്തരം ശ്രമങ്ങൾ കൊണ്ട് നടത്തുക. കാരണം നിലവിൽ ആത്മഹത്യാക്കുറിപ്പ് പുറത്തെത്തിയിരുന്നു. ആ ആത്മഹത്യാക്കുറിപ്പിൽ പേരുള്ള ആളുകൾക്കെതിരെ കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. അതിന് ആദ്യമായി തന്നെ ഈ ആത്മഹത്യാക്കുറിപ്പിന്റെ ഒരു വ്യക്തത, ഇത് അദ്ദേഹത്തിന്റെ ഈ NM വിജയന്റെ കൈയക്ഷരമാണോ അല്ലെങ്കിൽ അദ്ദേഹം എഴുതിയ കാര്യമാണോ, ഇതിൽ പറയുന്ന വസ്തുതകൾ എത്രമാത്രം നിജസ്ഥയുള്ളതാണ് തുടങ്ങിയ കാര്യങ്ങൾ ആദ്യഘട്ടത്തിൽ പരിശോധിക്കും. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ അസ്വാഭാവിക മരണത്തിനുള്ള കേസാണ് ആദ്യം രജിസ്റ്റർ ചെയ്തിരുന്നത്. അതിൽ ഈ ആത്മഹത്യാ പ്രേരണ വകുപ്പുകൾ കൂടി കുറ്റം കൂടി ചുമത്തും എന്നാണ് നമുക്ക് പോലീസിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. ഇതിനുശേഷമാകും ഈ ആത്മഹത്യാക്കുറിപ്പിൽ പേരുള്ള ഓരോരുത്തരെയും ഈ കേസിൽ പ്രതി ചേർക്കുക. അത് സ്വാഭാവികമായും IC ബാലകൃഷ്ണൻ MLA-യും ND അപ്പച്ചൻ DCC പ്രസിഡന്റ് ഗോപിനാഥൻ കോൺഗ്രസ് നേതാവ് തുടങ്ങിയവരുടെ പേരുകളാണുള്ളത്. അവർക്കെതിരെ അവരെ കൂടെ കേസിൽ പ്രതി ചേർക്കും. പിന്നീട് അവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്ന അടക്കമുള്ള നടപടികളിലേക്കും അറസ്റ്റുള്ള കാര്യങ്ങളിലേക്കും നീങ്ങും എന്നാണ് നമുക്ക് പോലീസിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും വലിയ സമ്മർദ്ദം, പ്രത്യേകിച്ചും CPM ഈ വിഷയമുണ്ടായ ആ സമയം മുതൽ പ്രതിഷേധ രംഗത്താണ്. ഇടയ്ക്ക് അല്പം തണുത്തെങ്കിലും പിന്നീട് ഈ ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വന്നതോടുകൂടി വീണ്ടും ഒരു ഊർജ്ജസ്വലരായി തന്നെ രംഗത്തിറങ്ങാൻ ഉള്ളൊരു തയ്യാറെടുപ്പിലാണ്. കാരണം ഈ നവീൻ ബാബുവിന്റെ മരണവും കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ പ്രതിഷേധങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. സർക്കാരിന് അത് വലിയ സമ്മർദ്ദത്തിലേക്ക് നീക്കുകയും ചെയ്തിരുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ ഈ വിഷയത്തിൽ പ്രക്ഷോഭം ശക്തമാക്കി രംഗത്ത് വരാൻ തന്നെയാണ് CPM തീരുമാനിച്ചിരിക്കുന്നത്. പോലീസ് വരും ദിനങ്ങളിൽ അവരുടെ നടപടിക്രമങ്ങളുടെ വേഗത കൂട്ടുകയും ചെയ്യും. രഞ്ജിത്ത്, ശരി. MS അനീഷ് കുമാർ വിവരങ്ങൾ പങ്കുവച്ചു. മറ്റൊരു വാർത്തയിലേക്ക് പോകണം. തകർച്ച നേരിടുന്ന IHRDയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് CPM യൂണിയന്റെ രാപ്പകൽ സമരം. ശമ്പള പരിഷ്കരണം ആവശ്യപ്പെട്ടും IHR ഡയറക്ടറുടെ ഏകാധിപത്യ പ്രവണതകൾ അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് സമരം. VS അച്യുതാനന്ദന്റെ മകൻ VA അരുൺകുമാറാണ് IHRDയുടെ ഡയറക്ടർ. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമാണ് IHRD. 9 എഞ്ചിനീയറിംഗ് കോളേജുകളും 47 അപ്ലൈഡ് സയൻസ് കോളേജുകളും റെസിഡൻഷ്യൽ സ്കൂളുകളും ഉൾപ്പെടെ വിപുലമായ വിദ്യാഭ്യാസ സ്ഥാപന ശൃംഖലയുണ്ട് IHRDക്ക്. എന്നാൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി IHRD തകർച്ച നേരിടുകയാണെന്ന് തൊഴിലാളികൾ പറയുന്നു.
ശമ്പള പരിഷ്കരണം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉന്നയിച്ചുള്ള സമരത്തെ ജനാധിപത്യ വിരുദ്ധമായാണ് ഡയറക്ടർ നേരിട്ടതെന്നും ജീവനക്കാർ പരാതിപ്പെടുന്നു. കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് IHRD ജീവനക്കാരുടെ ശമ്പളം ലഭിക്കാത്ത അവസ്ഥയാണ്. 2-3 മാസക്കാലത്തിന് ശേഷമാണ് പലപ്പോഴും ശമ്പളം ലഭിക്കുന്നത്. അതുതന്നെ പൂർണ്ണ ശമ്പളം ലഭിക്കുന്നില്ല. 25%, 30% എന്നീ നിലകളിൽ ശമ്പളം ലഭിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് ജീവനക്കാർ ഒന്നടങ്കം പ്രതിഷേധത്തിന് ഇറങ്ങേണ്ടി വന്നത്. CPMന്റെ സ്ഥാപക നേതാവ് VS അച്യുതാനന്ദന്റെ മകൻ അരുൺകുമാറാണ് IHRDയുടെ ഡയറക്ടർ. സമരക്കാരെ ക്യാമ്പസിനുള്ളിൽ കയറാൻ പോലും ഡയറക്ടർ അനുവദിച്ചില്ലെന്നും പരാതിയുണ്ട്. വരും ദിവസങ്ങളിൽ ഇത്തരം നീതി നിഷേധത്തിനെതിരായിട്ട്, ജീവനക്കാരുടെ ജനാധിപത്യ അവകാശങ്ങൾ ധ്വംസിക്കുന്നതിനെതിരായിട്ട് ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളം നൽകണം, പ്രൊമോഷനുകൾ നൽകണം, അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ നൽകണം, സർക്കാർ പ്രഖ്യാപിച്ച DA നൽകണം എന്നീ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് IHRD എംപ്ലോയീസ് ജീവനക്കാരുടെ നേതൃത്വത്തിൽ ശക്തമായ സമരം തുടർന്നുള്ള ദിവസങ്ങളിൽ ഉണ്ടാകുക തന്നെ ചെയ്യും. CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജുവാണ് ഇന്നലെ സമരം ഉദ്ഘാടനം ചെയ്തത്. സമരം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഇന്ന് ഡയറക്ടറേറ്റ് ഉപരോധിക്കാനാണ് തീരുമാനം. ന്യൂസ് 18 തിരുവനന്തപുരം. ISROയുടെ ചരിത്രത്തിലെ ആദ്യ സ്പേസ് ഡോക്കിംഗ് പരീക്ഷണം വീണ്ടും മാറ്റിവെച്ചു. ഉപഗ്രഹങ്ങളെ 224 കിലോമീറ്റർ ദൂരത്ത് അടുപ്പിക്കാൻ ആകാതെ വന്നതോടെയാണ് ഇന്ന് ദൗത്യവും ISRO ഉപേക്ഷിച്ചത്. നേരത്തെ ചൊവ്വാഴ്ച നടക്കേണ്ടിയിരുന്ന പരീക്ഷണം സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. അതേസമയം ഉപഗ്രഹങ്ങൾ സുരക്ഷിതമാണെന്ന് ISRO അറിയിച്ചു. തുടർച്ചയായി 2ാം തവണയാണ് ISROയുടെ ചരിത്രത്തിലെ ആദ്യ സ്പേസ് ഡോക്കിംഗ് പരീക്ഷണം മാറ്റിവെക്കുന്നത്. ആദ്യം ചൊവ്വാഴ്ച സമയം നിശ്ചയിച്ചെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് ഇന്നത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. പക്ഷേ ഉപഗ്രഹങ്ങളെ 224 കിലോമീറ്റർ ദൂരത്ത് അടുപ്പിക്കാനാകാത്തതോടെയാണ് ഇന്നത്തെ ദൗത്യവും ISRO ഉപേക്ഷിച്ചത്. എന്നാൽ ഉപഗ്രഹങ്ങൾ സുരക്ഷിതമാണെന്നും വേഗം പ്രതീക്ഷിച്ചതിലും കൂടിയതാണ് മറ്റൊരു ദിവസത്തേക്ക് ദൗത്യം മാറ്റാൻ കാരണമായതെന്നും ISRO വ്യക്തമാക്കി. ബഹിരാകാശത്ത് വെച്ച് 2 കൃത്രിമ ഉപഗ്രഹങ്ങളെ കൂട്ടിച്ചേർക്കുകയും വേർപെടുത്തുകയും ചെയ്യുന്ന അതിസങ്കീർണമായ ദൗത്യമാണ് ISROയ്ക്ക് മുന്നിലുള്ളത്. ഏകദേശം 220 കിലോഗ്രാം വീതം ഭാരമുള്ള ചേസർ, ടാർഗറ്റ് എന്നീ ഉപഗ്രഹങ്ങളാണ് പരീക്ഷണത്തിന് ഉപയോഗിക്കുന്നത്. 470 കിലോമീറ്റർ ഉയരത്തിലുള്ള സർക്കുലർ ലോ എർത്ത് ഓർബിറ്റിലേക്ക് വിക്ഷേപിച്ച ഈ ഉപഗ്രഹങ്ങൾ തമ്മിലുള്ള അകലം 5 കിലോമീറ്റർ, 1.5 കിലോമീറ്റർ, 500 മീറ്റർ, 15 മീറ്റർ, 3 മീറ്റർ എന്നിങ്ങനെ സാവധാനം കുറച്ചു കൊണ്ടുവന്നാണ് കൂട്ടിച്ചേർക്കുകയും പിന്നീട് വേർപെടുത്തുകയും ചെയ്യുക. ബംഗളൂരുവിലെ ഇസ്ട്രാക്കിൽ നിന്നാണ് ദൗത്യം നിയന്ത്രിക്കുന്നത്. ഡോക്കിങ്ങിന് മുന്നോടിയായി ചേസർ പകർത്തിയ ഭൂമിയുടെ സെൽഫി വീഡിയോ ISRO പുറത്തുവിട്ടിരുന്നു. തദ്ദേശീയ ബഹിരാകാശ നിലയം, ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ സ്ഥാപിക്കുക, ഇന്ത്യക്കാരെ ചന്ദ്രനിലേക്ക് അയക്കുക, ചന്ദ്രനിൽ നിന്നുള്ള സാമ്പിൾ തിരിച്ചെത്തിക്കുക തുടങ്ങിയ ബഹിരാകാശ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ രാജ്യത്തിന് സ്പേസ് ഡോക്കിംഗ് പരീക്ഷണം വിജയിക്കേണ്ടത് അനിവാര്യമാണ്. ഭാവിയിലെ ദൗത്യങ്ങളിൽ വൻ ഉപഗ്രഹങ്ങളും പരിവേഷ വാഹനങ്ങളും ചെറുഭാഗങ്ങളായി ബഹിരാകാശത്തെത്തിച്ച് അവിടെ വെച്ച് കൂട്ടിച്ചേർക്കാൻ ഇതുവഴി സാധിക്കും. ചെലവ് കുറഞ്ഞ സാങ്കേതിക വിദ്യയിലൂടെ വലിയ പരീക്ഷണങ്ങൾ വിജയിപ്പിക്കുന്ന ISROയുടെ മികവ് ഭാവിയിൽ വാണിജ്യ ബഹിരാകാശ ദൗത്യങ്ങൾക്കും ഊർജ്ജം നൽകും. നിലവിൽ അതിസങ്കീർണമായ ഈ സാങ്കേതിക വിദ്യ അമേരിക്ക, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾക്ക് മാത്രമാണുള്ളത്. പരീക്ഷണം വിജയിച്ചാൽ ലോകത്ത് സ്പേസ് ഡോക്കിംഗ് സാങ്കേതിക വിദ്യ സ്വന്തമാക്കുന്ന 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറും. ഡിസംബർ 30-നായിരുന്നു ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് സ്പെയ്ഡെക്സ് ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചത്. സയൻസ് ഡെസ്ക്, ന്യൂസ് 18. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചുവരാം. ഒരു യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് തന്നെയാണ് ഹണി റോസ് ഇത്രയും ദിവസം ഈ പരാതിയുടെ പുറകെ നടന്നത്. വിശദമായിട്ടുള്ള മൊഴികൾ നൽകി, ഈ യൂട്യൂബിൽ വരുന്ന മാധ്യമങ്ങളടക്കം വാർത്തയാക്കി, പിന്നീട് യൂട്യൂബിൽ വരുന്ന കമന്റുകളിലൊക്കെ, മോശം കമന്റുകളൊക്കെ സ്ക്രീൻഷോട്ട് അടക്കം പോലീസിന് കൈമാറിക്കൊണ്ടുള്ള ഒരു രീതിയിലേക്ക്, ഒരു മൊഴിയിലും പരാതികളിലേക്കും ഒക്കെ ഹണി റോസ് കടന്നിരുന്നു. അതിനിടയിലാണ് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ബോബി ചെമ്മണ്ണൂരിനെതിരായിട്ടുള്ള പരാതി താൻ നൽകിയെന്ന വിവരം ഹണി റോസ് തന്നെ തന്റെ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിടുന്നു. പിന്നീട് സെൻട്രൽ പോലീസ് ഇത് സ്ഥിരീകരിക്കുന്നു. ബോബി ചെമ്മണ്ണൂരിനെതിരെ കേസെടുക്കുന്നു. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം BNSലെ സ്ത്രീകളെ അപമാനിക്കുന്നതിനുള്ള ഗുരുതരമായിട്ടുള്ള വകുപ്പുകളും IT വകുപ്പും ചുമത്തിക്കൊണ്ട് ബോബി ചെമ്മണ്ണൂരിനെതിരെ പോലീസ് കേസെടുക്കുന്നു. ഇന്ന് രാവിലെ വയനാട്ടിലെ റിസോർട്ടിൽ നിന്നും ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു. സെൻട്രൽ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു. കൊച്ചിയിലേക്ക് തിരിച്ചിട്ടുണ്ട്. കൊച്ചി സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയതിനു ശേഷമായിരിക്കും അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക.
ഒരു പഴുതും കൊടുക്കാതെ ഒളിവിൽ പോകുവാനോ അല്ലെങ്കിൽ മുൻകൂർ ജാമ്യത്തിനോ അപേക്ഷിക്കാനോ ഒന്നും തന്നെ ഒരു പഴുതും കൊടുക്കാതെ ആസൂത്രിതമായിട്ടുള്ള കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങിലൂടെ തന്നെയാണ് സെൻട്രൽ പോലീസ് വയനാടെത്തി ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്ത് കൊച്ചിയിലേക്ക് കൊണ്ടുവരുന്നത്. എന്തായാലും ബോബി ചെമ്മണ്ണൂരിനെ സംബന്ധിച്ച് ഒരു പണം കൊണ്ടോ അല്ലെങ്കിൽ പ്രമുഖനായതുകൊണ്ടോ നിയമത്തിന് അതീതനല്ല എന്ന് തെളിയിക്കുന്നത് തന്നെയാണ്. ശബരിമല വാർത്തകൾ. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, കേരള, തമിഴ്നാട് ആൻഡ് പോണ്ടിച്ചേരി. മകരവിളക്കിന് 5 ദിവസം മാത്രം ബാക്കി നിൽക്കെ ശബരിമലയിൽ ഇന്നു മുതൽ കടുത്ത നിയന്ത്രണങ്ങൾ ഉണ്ടാകും. വെർച്വൽ ക്യൂ ബുക്കിംഗ് 50,000 ആക്കി ചുരുക്കി 5,000 പേർക്ക് മാത്രമാണ് സ്പോട്ട് ബുക്കിംഗ്. മകരവിളക്ക് ദിവസം ഓൺലൈൻ ബുക്കിംഗ് 40,000 പേർക്കും സ്പോട്ട് ബുക്കിംഗ് 1000 പേർക്കുമായി ചുരുക്കിയിട്ടുണ്ട്. ജി ശ്രീത്ത് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ശ്രീത്ത്, ഇനിയുള്ള ദിവസങ്ങളിൽ സ്വാഭാവികമാണ് തിരക്ക് വർദ്ധിക്കാനുള്ള പശ്ചാത്തലമുണ്ട്. 14 വരെ ഈ തിരക്ക് തുടരുകയും ചെയ്യും. ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാര്യമായ തിരക്കുണ്ടായിരുന്നു. 90,000-ന് മുകളിൽ എന്തായാലും ഭക്തർ കയറി എന്നുള്ള കണക്കുകളാണ് പുറത്തു വന്നത്. ഈ 50,000-ൽ നിജപ്പെടുത്തുക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ദർശനം സാധ്യമാക്കുമെന്നുള്ള നിലപാടിന് യോജിച്ചാണോ അത്? ഇത് നേരത്തെ തന്നെ കോടതിയുടെ ഉൾപ്പെടെ നിർദ്ദേശപ്രകാരം 12 മുതൽ അങ്ങനെ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നതാണ് രഞ്ജിത്ത്. പക്ഷേ ഇവിടെ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി വലിയ തിരക്കുണ്ടായപ്പോൾ ചില കാര്യങ്ങൾ നിയന്ത്രണം വിട്ട് കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുകൂടി വിലയിരുത്തിയത് അനുസരിച്ചാണ് മറ്റ് അപകടങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രാഥമികമായ കാര്യമായി അവർ കാണുന്നത്. അതുകൊണ്ടാണ് ഇന്നു മുതൽ തന്നെ ആ ഒരു നിയന്ത്രണത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. അതായത് മരക്കൂട്ടം ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഭക്തർ ഈ പോലീസിന്റെ നിയന്ത്രണങ്ങളും ബാരിക്കേഡുകളും ഒക്കെ അതിക്രമിച്ചുകൊണ്ട് പല ഇടവഴികളിലൂടെയൊക്കെ കടന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇത് പലപ്പോഴും ഒരു സംഘർഷ സമാനമായ സ്ഥിതിയിലേക്ക് പോലും കാര്യങ്ങൾ പോകുന്നുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഭക്തരൊക്കെ അങ്ങനെ കടന്നു വരുന്ന സാഹചര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ അനുഭവങ്ങളിൽ ഉണ്ടായത്. മാത്രവുമല്ല, മറ്റൊരു പ്രധാനപ്പെട്ടത് ഈ തിരുവാഭരണ ഘോഷയാത്ര കടന്നു വരുന്നതിനായി ചെറിയാന വട്ടത്ത് നിന്ന് ഒരു പാലം നിർമ്മിക്കാറുണ്ട്. സാധാരണഗതിയിൽ ഈ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ മാത്രമാണ്, അതായത് തിരുവാഭരണം കടന്നു വരുന്ന ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ മാത്രമാണ് അത് ഉണ്ടാകാറുള്ളത്. പക്ഷേ ഇതിനകം തന്നെ ഇന്നലെ മിനിങ്ങാന്നൊക്കെ ആയിട്ട് ആ പാലം സജ്ജമായതോടുകൂടി അതുവഴിയും ഭക്തർ അതിക്രമിച്ച് നീലിമല ടോപ്പിലേക്ക് പമ്പയിൽ എത്താതെ വരുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടാകുന്നുണ്ട്. അത് ഇങ്ങനെ കണക്കില്ലാതെ ഭക്തർ സന്നിധാനത്തേക്ക് എത്തുന്നത് ഒരു വലിയ അപകട സാധ്യത ആയി മാറുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇന്നു മുതൽ തന്നെ അങ്ങൊരു നിയന്ത്രണത്തിലേക്ക് എത്തുന്നത്. മാത്രവുമല്ല, പമ്പയിൽ കൂടുതൽ ആളുകൾ തടിച്ചുകൂടുന്ന സാഹചര്യം ഒഴിവാക്കാൻ ഈ സ്പോട്ട് ബുക്കിംഗിൽ എത്ര ആളുകൾ കൂടുതലായി എത്തിയാൽ 25,000 30,000 അടുത്തൊക്കെ ആളുകൾ വന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ വരുന്നവർക്ക് നിലയ്ക്കലിൽ അവർക്ക് സൗകര്യം ഏർപ്പെടുത്തുക. അതിനുവേണ്ടിയാണ് സ്പോട്ട് ബുക്കിംഗ് സംവിധാനം ഏതാണ്ട് പൂർണ്ണമായും അപ്പുറത്ത് നിലയ്ക്കലേക്ക് മാറ്റുന്ന സാഹചര്യം ഉണ്ടായത്. അപൂർവം ചില കൗണ്ടറുകൾ മാത്രമായിരിക്കും പമ്പയിൽ ഉണ്ടാകുക. എന്തായാലും മകരവിളക്ക് ദിവസവും 1000 എന്ന നിലയിലേക്ക് ഭക്തരുടെ എണ്ണം ചുരുക്കാൻ, സ്പോട്ട് ബുക്കിംഗ് എണ്ണം ചുരുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ 40,000 എന്നുള്ളത് നേരത്തെ തന്നെ ഹൈക്കോടതി കൂടി അംഗീകരിച്ചുള്ള തീരുമാനമാണ്. ഈ 11-ാം തീയതി മുതൽ കാനൻ പാത വഴി ഭക്തരെത്തുന്നതിനും തടസ്സമുണ്ടാകും. ഈ അനിയന്ത്രിതമായി ഭക്തർ ആ ദിവസങ്ങളിൽ കാട്ടിലും മറ്റും തമ്പടിക്കാനുള്ള സാധ്യത പോലും ഉണ്ട് എന്ന് മുൻനിർത്തിയാണ്. അതായത് ഈ മകരവിളക്ക് ദിവസം ഇവിടെ മകരവിളക്കിന് വേണ്ടി എത്തുന്ന ഭക്തരെ സംബന്ധിച്ച് അവർ കൂടുതൽ ദിവസം തങ്ങുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകും. അതൊരു അനിയന്ത്രിതമായ നിലയിലേക്ക് കാര്യങ്ങൾ പോയാൽ ഒരുപക്ഷെ ഈ തീർത്ഥാടനമാകെ കൈവിട്ടു പോകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തും. ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ദേവസ്വം ബോർഡും പോലീസും സർക്കാരും ഒക്കെ ചേർന്നുകൊണ്ട് ഭക്തരുടെ എണ്ണത്തിൽ ഒരു നിയന്ത്രണം വരുത്തുന്നത്. എന്തായാലും ഇതിനകം തന്നെ എത്തിയ ഭക്തർ പലതും ഇവിടെ തമ്പടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ 50,000 പേരെത്തിയാലും വലിയ തിരക്കിലേക്ക് തന്നെ ശബരിമല സന്നിധാനം പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതെല്ലാം മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു ക്രമീകരണങ്ങളാണ് ശബരിമലയിൽ തുടരുന്നത്. രഞ്ജിത്ത്, ജി ശ്രീത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്.
ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിച്ചത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, കേരള, തമിഴ്നാട് ആൻഡ് പോണ്ടിച്ചേരി. പെരിയ കേസിൽ ശിക്ഷാവിധി സ്റ്റേ ചെയ്ത 4 CPM നേതാക്കൾ ഇന്ന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങും. ഉദുമ മുൻ MLA KV കുഞ്ഞിരാമൻ, K മണികണ്ഠൻ, വെളുത്തോളി രാഘവൻ, K ഭാസ്കരൻ എന്നിവരാണ് പുറത്തിറങ്ങുന്നത്. KV കുഞ്ഞിരാമൻ അടക്കമുള്ളവരെ ജയിലിന് പുറത്ത് CPM നേതാക്കൾ സ്വീകരിക്കും. വിവരങ്ങളുമായി KV ബൈജു ചേരും. ബൈജു, ഇപ്പോൾ ഈ പ്രതികൾക്ക് വലിയ ആശ്വാസമാണ്. കുടുംബാംഗങ്ങൾ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് ഇരയാക്കപ്പെട്ട മരിച്ചവരുടെ കുടുംബാംഗങ്ങൾ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട നിരാശയൊക്കെ പങ്കുവച്ചിരുന്നു. നിയമപോരാട്ടം തുടരും. അപ്പോഴും CPM പാർട്ടി ഒട്ടാകെ ഇവർക്കൊപ്പമാണ്. കാരണം പ്രധാനപ്പെട്ട നേതാക്കളാണ്. വലിയ സ്വീകരണ പരിപാടികളാണോ ആസൂത്രണം ചെയ്തിരിക്കുന്നത്? രഞ്ജിത്തെ, ഗുഡ് മോർണിംഗ്. തീർച്ചയായും വലിയ തോതിലുള്ള സ്വീകരണ പരിപാടികൾ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ജയിലിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള നേതാക്കൾ ഉൾപ്പെടെ, ഒരുപക്ഷെ CPM കാസർഗോഡ് ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ ഉൾപ്പെടെ ഇവരുടെ 4 പേരെയും സ്വീകരിക്കാനായി അവിടെ എത്തും. അതുകൂടാതെ കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള നേതാക്കളും പ്രവർത്തകരും ഒക്കെ ഉണ്ടാവും. വലിയ തോതിലുള്ള സ്വീകരണം ഉണ്ടാകും. അത് മാത്രമല്ല, കാഞ്ഞങ്ങാട് നഗരത്തിലും വലിയ തോതിലുള്ള സ്വീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ കേസിൽ 14ാം പ്രതിയും കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ K മണികണ്ഠൻ, അതുപോലെ തന്നെ 20ാം പ്രതി ഉദുമ മുൻ MLA KV കുഞ്ഞിരാമൻ, 21ാം പ്രതി രാഘവൻ വെളുത്തോളി, 22ാം പ്രതി KV ഭാസ്കരൻ എന്നിവരുടെ ശിക്ഷയാണ് ഇത്തരത്തിൽ മരവിപ്പിച്ചത്. ഏതായാലും പ്രതികൾ നൽകിയ അപ്പീലിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. ഇന്നലെ സാങ്കേതികമായി ഈ നിയമ നടപടികൾ പൂർത്തിയാക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഇന്നലെ പുറത്തിറങ്ങാൻ കഴിയാത്തത്. ഏതായാലും 9 മണിയോടുകൂടി തന്നെ ഇത് സംബന്ധിച്ച ഉത്തരവ് ജയിലിലെത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 10 മണിയോടുകൂടി തന്നെ ഇവർക്ക് ജയിൽ മോചിതരാകാൻ കഴിയും. ഏതായാലും ഈ കുടുംബം രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ കടുത്ത നിരാശ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും 10 പേരെ ഈ കേസിൽ വെറുതെ വിട്ടിട്ടുണ്ട്. അതുൾപ്പെടെ ഈ സംഭവവുമായി നിയമ നടപടികളുമായി മുന്നോട്ട് പോകും. ഇവർക്ക് ജാമ്യം നൽകിയ നടപടി ഉൾപ്പെടെ ചോദ്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് കുടുംബവും വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം P ജയരാജൻ ഉൾപ്പെടെയുള്ളവർ ഇവരെ ഈ ജയിലിലെത്തുമ്പോൾ വലിയ തോതിൽ അവിടെ എത്തി സ്വീകരിക്കുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിരുന്നു. അത് മാത്രമല്ല, ഇന്നലെ ഈ കോടതിയിൽ നിന്നുള്ള ഈ ഉത്തരവ് വന്നപ്പോൾ തന്നെ PK ശ്രീമതി, മുതിർന്ന നേതാവ് PK ശ്രീമതിയും അതുപോലെ തന്നെ PP ദിവ്യയും ഈ കേസിലെ മുഴുവൻ പ്രതികളെയും ജയിലിനകത്ത് ചെന്ന് കാണുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അത് മനുഷ്യത്വപരമായ ഒരു നടപടി എന്നാണ് അവർ വ്യക്തമാക്കിയിരുന്നതും. എന്തായാലും അതുകൊണ്ട് തന്നെ ഇന്ന് വലിയ തോതിലുള്ള സ്വീകരണം ഇവർക്ക് നൽകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. പ്രധാനമായും ജയിലിന് പുറത്തിറങ്ങുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള നേതാക്കളുണ്ടാവും, പ്രവർത്തകരുണ്ടാവും. അതുകൂടാതെയാണ് കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള ഒരുപക്ഷെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ എത്താനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. ഏതായാലും 10 മണിയോടുകൂടി തന്നെ ഇവർക്ക് പുറത്ത് ഇറങ്ങാനാകും. നിയമ നടപടി ഇതിൽ തുടരുമെന്ന് തന്നെയാണ് കുടുംബവും വ്യക്തമാക്കിയിട്ടുള്ളത്. രഞ്ജിത്ത്, ശരി. KV ബൈജുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റൊരു വാർത്ത CPMന്റെ ആലപ്പുഴ ജില്ലയിൽ നിന്ന് വരുന്ന വാർത്തയാണ്. ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ അപ്രതീക്ഷ നീക്കം നടത്താൻ ഒരുങ്ങി പാർട്ടിയിലെ പ്രബല വിഭാഗം. ജില്ലാ സെക്രട്ടറി R നാസറിനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റാനാണ് രഹസ്യ നീക്കം ആരംഭിച്ചിരിക്കുന്നത്. നാസർ 3ാം ടേം പൂർത്തിയാക്കുന്നതിന് മുൻപാണ് എതിർചേരിയുടെ നീക്കം. സജി ചെറിയാന്റെ അടുത്ത അനുയായിയും പ്രൈവറ്റ് സെക്രട്ടറിയുമായ മനു C പുളിക്കൽ, TK ദേവകുമാർ എന്നിവരാണ് പ്രഥമ പരിഗണനയിൽ. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. G സുധാകരന്റെ ആധിപത്യത്തിന് ശേഷം വ്യത്യസ്ത ഗ്രൂപ്പുകളായി നിലകൊള്ളുന്ന ആലപ്പുഴ CPMലെ പ്രബലർ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സജി ചെറിയാൻ നയിക്കുന്ന വിഭാഗമാണ്. ഏരിയ സമ്മേളനങ്ങളിൽ ചുരുക്കമിടങ്ങളിലൊഴികെ കൃത്യമായ ആധിപത്യം നേടാൻ അവർക്ക് കഴിഞ്ഞെങ്കിലും ജില്ലയിലെ സുപ്രധാന ഘടകമായ സെക്രട്ടേറിയറ്റിൽ ആ മേൽക്കോയ്മ സജി ചെറിയാൻ വിഭാഗത്തിനില്ല. 13-അംഗ സെക്രട്ടേറിയറ്റിൽ A രാഘവൻ, M സത്യപാലൻ, G ഹരിശങ്കർ, R നാസർ, PP ചിത്രഞ്ജൻ എന്നിവർ എതിർപ്പാളയത്തിലുള്ളവരാണ്. CB ചന്ദ്രബാബു സംസ്ഥാന നേതൃത്വത്തോട് നേരിട്ട് ബന്ധമുള്ളയാളും നാസറിനോട് വിയോജിപ്പില്ലാത്ത സംസ്ഥാന കമ്മിറ്റി അംഗവുമാണ്. നിശബ്ദമായി നടന്നുപോയ ഏരിയ സമ്മേളനങ്ങൾ ചൂണ്ടിക്കാട്ടി വിഭാഗീയത പൂർണ്ണമായി ഇല്ലാതാക്കിയെന്ന് ജില്ലയുടെ ചുമതലക്കാരൻ കൂടിയായ സജി ചെറിയാൻ ആവർത്തിക്കുമ്പോഴും സമ്മേളന പ്രതിനിധികളെ തെരഞ്ഞെടുത്തതിലുൾപ്പെടെ ഇടപെടൽ നടത്തി വിമത സ്വരങ്ങളെ പൂർണ്ണമായി അടിച്ചമർത്തി കൃത്യമായ ആധിപത്യം ഉറപ്പിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. ഇതിൽ അമ്പലപ്പുഴയും കായംകുളവും ഹരിപ്പാടും ഉൾപ്പെടെ ശക്തി കേന്ദ്രങ്ങളിൽ താഴെത്തട്ടിൽ അതൃപ്തി പുകയുന്നുണ്ട്. ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ഏറ്റവും അധികം പാർട്ടി അംഗങ്ങൾ വിട്ടുനിന്ന ജില്ല ആലപ്പുഴയാണെന്നതും ശ്രദ്ധേയമാണ്. ആലപ്പുഴ ജില്ലയിലെ മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിച്ച് പാർട്ടി ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടുകൂടി ഈ ആലപ്പുഴ ജില്ലയിൽ മുന്നോട്ട് പോകും. വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അതിനുശേഷം അസംബ്ലി തെരഞ്ഞെടുപ്പിലും ഒക്കെ
വലിയ മുന്നേറ്റം ആലപ്പുഴ ജില്ലയിൽ ഉണ്ടാകുക. മുൻ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറിയും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ മനു സി പുളിക്കൽ സജി ചെറിയാന്റെ മാനസപുത്രൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആളാണ്. സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ജില്ലയിൽ നിന്ന് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണമെന്ന പാർട്ടി നിർദ്ദേശമുണ്ടെന്നിരിക്കെ മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി തിരുവനന്തപുരത്തേക്ക് പോയിട്ടും മനു ജില്ലാ സെക്രട്ടേറിയറ്റിൽ തുടർന്നത് വിമർശനമുണ്ടാക്കിയിരുന്നു. ഇനി ഈഴവ സമുദായത്തിൽ നിന്നുള്ള ആർ നാസർ മാറ്റപ്പെട്ടാൽ ഒരുപക്ഷെ സമുദായ സമവാക്യം പരിഗണിച്ച് TK ദേവകുമാർ മുൻനിരയിലേക്കെത്തും. സജി ചെറിയാനുമായി നേർക്കുനേർ പടനയിച്ച PP ചിത്തരഞ്ജനെ കൂടി അനുനയിപ്പിച്ചാണ് നിലവിലെ ജില്ലാ സെക്രട്ടറിക്കെതിരെയുള്ള ടേം പൂർത്തിയാക്കുന്നതിന് മുമ്പുള്ള നീക്കം. സംസ്ഥാന കമ്മിറ്റിയിലേക്ക് ജില്ലയിൽ നിന്നുള്ള ഒഴിവിൽ ചിത്തരഞ്ജനെ പരിഗണിക്കുമെന്നുറപ്പ് സജി ചെറിയാൻ വിഭാഗം നീക്കുപോക്കുകളുടെ ഭാഗമായി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നാസറിന് പിന്തുണ നൽകുന്ന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ A രാഘവനെയും M സത്യപാലിനെയും പടനിലം സ്കൂളുമായി ബന്ധപ്പെട്ട വിഷയത്തിലും സഹകരണ ബാങ്ക് അഴിമതി എന്നീ മുൻ ആരോപണങ്ങൾ വീണ്ടും സമ്മേളനത്തിൽ ചർച്ചയാക്കിയും സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒഴിവാക്കാനാണ് നീക്കം. ഒപ്പം കായംകുളം, ഹരിപ്പാട്, കഞ്ഞിക്കുഴി ഏരിയയിൽ നിന്നുള്ള നിലവിലെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളും ഒഴിവാക്കപ്പെട്ടേക്കാം. എന്നാൽ മുഖ്യമന്ത്രിയുമായി നേരിട്ട് ബന്ധമുള്ള ആർ നാസർ ഈ നീക്കത്തെ മറികടക്കുമോ എന്ന് വേണം കാത്തിരുന്ന് കാണാൻ. പാർട്ടി കോട്ടയായിട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം വലിയ തിരിച്ചടി നേരിട്ട ആലപ്പുഴയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ 3 ദിവസം ക്യാമ്പ് ചെയ്താണ് സമ്മേളന നടപടികൾ പരിശോധിക്കുക. പ്രതിനിധി സമ്മേളനവും പൊതുസമ്മേളനവും മുഖ്യമന്ത്രി തന്നെ ഉദ്ഘാടനം ചെയ്യുന്നു എന്നതും ശ്രദ്ധേയമാണ്. വിഭാഗീയതയ്ക്ക് പേരുകേട്ട ആലപ്പുഴയിൽ സമ്മേളനം കഴിയുന്നതോടെ അതൃപ്തരുടെ ഒരു നീണ്ട നിര തന്നെ ഉണ്ടാകുമെന്നതാണ് ലഭ്യമാകുന്ന സൂചന. ജില്ലാ സെക്രട്ടറിയായി ആർ നാസർ 3 ടേമുകൾ പൂർത്തീകരിക്കുന്നതിന് മുൻപ് തന്നെയാണ് അദ്ദേഹത്തെ നീക്കുന്നതിനുള്ള അണിയറ നീക്കങ്ങൾ ആലപ്പുഴയിൽ നടക്കുന്നത്. ഒപ്പം തന്നെ ജില്ലാ കമ്മിറ്റിയിലും ജില്ലാ സെക്രട്ടേറിയറ്റിലും ഈ സമ്മേളനത്തിൽ വലിയ അഴിച്ചുപണി നടക്കും. സജി ചെറിയാൻ വിഭാഗത്തിന് പൂർണ്ണ ആധിപത്യം നൽകുന്ന രീതിയിലായിരിക്കും ഇത്തവണത്തെ സമ്മേളനം അവസാനിക്കുക. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ഹരിപ്പാട് നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ശരണ്യ സ്നേഹജൻ വിവരങ്ങളുമായി ചേരും. ശരണ്യ, ഇപ്പോൾ നമുക്കറിയാം ആലപ്പുഴയിലെ വിഭാഗീയതയ്ക്ക് കാലങ്ങളോളം പഴക്കമുണ്ട്. കഴിഞ്ഞ കുറേ നാളായി അവിടെ ശക്തമായ വിഭാഗം സജി ചെറിയാന്റെ നേതൃത്വത്തിലുള്ള വിഭാഗം തന്നെയാണ്. നാസറിനെ മാറ്റുക എന്നുള്ളത്, പ്രത്യേകിച്ച് 3ാം ടേമിലേക്ക് നാസർ കടക്കുകയാണ്. 3 ടേം വരെ സെക്രട്ടറിയായി ഇരിക്കാം. അത്ര എളുപ്പമാണോ? നേരത്തെ ശരണ്യ വാർത്തയിൽ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയുടെ പിണറായി വിജയന്റെ ഒരു പിന്തുണയുള്ള ആൾ കൂടിയാണ് നാസർ. അത് മറികടന്നുള്ള നീക്കം നടത്തണമെങ്കിൽ അത്ര ശക്തമായ കാര്യങ്ങൾ വേണം. അതിനുള്ള സാഹചര്യം ഉണ്ടോ ഇപ്പോൾ? നിലവിലത്തെ സാഹചര്യത്തിൽ ഇത്തരമൊരു നീക്കം, രഹസ്യ നീക്കം നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതായത് മനു സി പുളിക്കൽ ആദ്യഘട്ടം മുതൽ തന്നെ സജി ചെറിയാന്റെ അടുത്ത അനുയായിയും ഒപ്പം തന്നെ പ്രൈവറ്റ് സെക്രട്ടറിയുമാണ്. നാസർ 2 ടൈം പൂർത്തിയാകുന്ന ഘട്ടത്തിൽ നാസറിനെതിരെ കടുത്ത വിമർശനം ഈ വരുന്ന സമ്മേളനത്തിലടക്കം വിവിധ കോണുകളിൽ നിന്ന് ഉയർത്തുന്നതിന് വേണ്ടിയുള്ള നീക്കം, അത് സംഘടിതമായി അത്തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നു എന്നുള്ളതാണ്. അതായത് സാമ്പത്തിക ആരോപണം അടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. ഒപ്പം തന്നെ സംഘടനാ രംഗത്ത് വീഴ്ച വരുന്നു, തെരഞ്ഞെടുപ്പിൽ വന്ന തിരിച്ചടി, ഒപ്പം മറ്റ് പ്രധാനപ്പെട്ട വിഷയങ്ങൾ, അതായത് വിപിൻ സി ബാബുവിന്റെ അടക്കമുള്ള വിഷയങ്ങളിലുള്ള പ്രതികരണങ്ങളടക്കം ചൂണ്ടിക്കാട്ടി ഈ വിഷയങ്ങളൊക്കെ വിമർശനങ്ങളായി ഉന്നയിച്ച നേതൃരംഗത്ത് നിന്ന് അദ്ദേഹത്തിന്റെ ആ നേതൃപാടവത്തെ ചോദ്യം ചെയ്തുകൊണ്ട് മാറ്റുക എന്നുള്ള ഒരു അജണ്ടയാണ് ഇപ്പോൾ ആലപ്പുഴയിൽ. അത്തരം രഹസ്യ നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി അമ്പലപ്പുഴയിൽ നിന്ന് അടക്കമുള്ള പ്രധാനപ്പെട്ട ആളുകളുമായി സജി ചെറിയാൻ ചർച്ച നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാന പരിഗണന വയനാട് മാതൃകയിൽ മനു സി പുളിക്കലിനെ ഒരു യുവ നേതാവ് എന്നുള്ള രീതിയിൽ, അതായത് കാലത്തിനൊത്ത നേതാവല്ല എന്നുള്ള കാരണം കാണിച്ചുകൊണ്ട് ഒരു യുവ നേതൃനിര വരണം എന്നുള്ള രീതിയിൽ അടുത്ത അനുയായിയും ഒപ്പം തന്നെ പ്രൈവറ്റ് സെക്രട്ടറിയുമായ മനു സി പുളിക്കലിന്റെ പേര് പ്രഥമ പരിഗണനയിലേക്ക് അവർ സജി ചെറിയാൻ വിഭാഗം കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അതിൽ മനു സി പുളിക്കലിനോടൊപ്പം തന്നെ ഈഴവ സമുദായത്തിൽ നിന്നുള്ള ആർ നാസർ മാറുമ്പോൾ അത്തരത്തിലൊരു സമുദായ സമവാക്യം പാലിക്കപ്പെടേണ്ട സാഹചര്യം വരികയാണെങ്കിൽ TK ദേവകുമാറിനെ ആ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്നുള്ള ഒരു ആലോചനയും അവർക്കിടയിൽ ഉണ്ട് എന്നുള്ളതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 3 ടേമുകൾ നാസർ പൂർത്തിയായിട്ടുള്ള, സാധാരണഗതിയിലെ കീഴ്വഴക്കം അനുസരിച്ച് ജില്ലാ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന ആളുകൾ 3 ടേമുകൾ പൂർത്തീകരിക്കാറുണ്ട്. പക്ഷെ അതിൽ നിന്ന് മാറ്റുന്ന സാഹചര്യവും ഒക്കെ ഉണ്ടാവാറുമുണ്ട്. എന്തായാലും ഇതിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് സജി ചെറിയാൻ വിഭാഗത്തിന് ജി സുധാകരന്റെ ആധിപത്യത്തിന് ശേഷം സജി ചെറിയാൻ വിഭാഗത്തിന് ഒരു കൃത്യമായ ഒരു മേധാവിത്വം ഉള്ള ജില്ലയാണ് ആലപ്പുഴ. പക്ഷെ അങ്ങനെ പറയുമ്പോൾ പോലും
ജില്ലാ സെക്രട്ടേറിയറ്റിലടക്കം അത്തരമൊരു ആധിപത്യം പുലർത്താനായി അവർക്ക് കഴിയുന്നില്ല. അത് പൂർണ്ണ തോതിൽ അതിന് എതിർപ്പാളയത്തിൽ ആർ നാസറും രാഘവനും ഒപ്പം സത്യപാലനും അടക്കമുള്ള ആളുകൾ എതിർപ്പാളയത്തിലുണ്ട്. ഇവർക്കെതിരെ സംഘടനാ നടപടി എടുത്ത് ടി.പി. ചിത്തരഞ്ജനെയും സത്യപാലനെയും തരം താഴ്ത്തിയിരുന്നെങ്കിലും പിന്നീട് അവർ വീണ്ടും തിരിച്ച് സെക്രട്ടേറിയറ്റിലേക്ക് വരികയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത സമ്മേളന കാലയളവിൽ ഈ പ്രധാനപ്പെട്ട എതിർപ്പാളയത്തിലുള്ള ആളുകളെ പുറത്തേക്ക് മാറ്റി സെക്രട്ടേറിയറ്റിൽ പൂർണ്ണ ആധിപത്യം ഉറപ്പിക്കുക എന്നുള്ള ലക്ഷ്യം കൂടി ഇവർ വെക്കുന്നുണ്ട്. ജില്ലാ കമ്മിറ്റിയും ആ രീതിയിൽ പുനഃസംഘടിപ്പിക്കപ്പെടും. കായംകുളം അടക്കമുള്ള പ്രധാനപ്പെട്ട ആളുകൾ മാറ്റപ്പെടും. ഇതിൽ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത് ടി.പി. ചിത്തരഞ്ജന്റെ കൂടെ, അതായത് സജി ചെറിയാന്റെ എതിർപ്പാളയത്തിലുള്ള ടി.പി. ചിത്തരഞ്ജന്റെ കൂടെ പിന്തുണ ഉറപ്പിച്ചാണ് ഈ നാസറിനെതിരെയുള്ള നീക്കം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ടി.പി. ചിത്തരഞ്ജന് ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. തിരുപ്പതിയിൽ ഇന്നലെ നമുക്കറിയാം തിരക്കിലും പെട്ട് 6 പേർ മരിച്ച ദാരുണമായൊരു സംഭവം ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു അല്പസമയത്തിനകം രാവിലെ 9:30 എത്തും അവിടെ. നിരവധി പേർ പരിക്കുകളോടെ ചികിത്സയിലുണ്ട്. സുരക്ഷാ വീഴ്ചയിൽ ജില്ലാ കളക്ടറോടും SP-യോടും റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അപകടത്തെ പ്രധാനമന്ത്രി അനുശോചിച്ചു. ഇന്നലെ വൈകിട്ട് 5 മണിയോടെയാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായത്. വൈകുണ്ഠ ഏകാദശിക്കായി ദർശന കൂപ്പൺ വിൽക്കുന്ന കൗണ്ടറിന് മുന്നിലാണ് തിക്കും തിരക്കുമുണ്ടായത്. ഇന്ന് പുലർച്ചെ 5 മണിയോടെയാണ് കൂപ്പണുകൾ വിതരണം ചെയ്തു തുടങ്ങേണ്ടിയിരുന്നത്. അതിന് മുൻപായി ആളുകൾ അവിടെ തടിച്ചുകൂടിയിരുന്നു. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലിനോടുള്ള രാജ്യത്തെ ജനങ്ങളുടെ പ്രതികരണം എന്താണ്? ന്യൂസ് 18 നെറ്റ്വർക്ക് നടത്തിയ അഭിപ്രായ സർവേയിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെ പിന്തുണയ്ക്കുകയാണ് 80% ആളുകളും. എന്നാൽ ഒരുമിച്ചുള്ള തെരഞ്ഞെടുപ്പിന് ഉത്തരേന്ത്യയിൽ ലഭിക്കുന്ന പിന്തുണ കേരളം ഉൾപ്പെടെ ദക്ഷിണേന്ത്യയിൽ കിട്ടുന്നില്ല എന്നാണ് സർവേയിൽ വ്യക്തമാകുന്നത്. ലോക്സഭയിലേക്കും നിയമസഭയിലേക്കുമുള്ള തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തുന്നതിനുള്ള ബിൽ കേന്ദ്രമന്ത്രിസഭ അംഗീകരിക്കുകയും ബിൽ സംയുക്ത പാർലമെന്ററി സമിതിയുടെ പരിഗണനയിലിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ന്യൂസ് 18 നെറ്റ്വർക്ക് രാജ്യവ്യാപകമായി അഭിപ്രായ സർവേ നടത്തിയത്. രാജ്യത്തെ 29 സംസ്ഥാനങ്ങളിൽ നിന്നായി 4573 പേരിൽ നിന്നാണ് അഭിപ്രായം തേടിയത്. തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തണോ എന്ന ചോദ്യത്തിന് 80.1% പേർ വേണം എന്നായിരുന്നു അഭിപ്രായപ്പെട്ടത്. 16% ആളുകൾ ഒരുമിച്ചുള്ള തെരഞ്ഞെടുപ്പിനെ എതിർത്തു. 3.9% പേർ നിഷ്പക്ഷമായ നിലപാടാണ് സ്വീകരിച്ചത്. ഹിന്ദി ഹൃദയഭൂമിയിലെ ജനങ്ങളാണ് ഒരുമിച്ചുള്ള വോട്ടെടുപ്പിന് കൂടുതൽ പിന്തുണ നൽകുന്നത്. ഈ മേഖലയിൽ 90% പേരും ഒരുമിച്ച് വോട്ടെടുപ്പ് നടത്തണമെന്ന് അഭിപ്രായം ഉള്ളവരാണ്. എന്നാൽ കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യയിൽ താരതമ്യേന പിന്തുണ കുറവാണ്. 69.7% പേരാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെ അനുകൂലിച്ചത്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഉത്തരേന്ത്യയിലേതുപോലെയുള്ള പിന്തുണ പ്രകടമല്ല. 73.9% പേരാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനോട് യോജിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ചെലവ് ഗണ്യമായി കുറയ്ക്കാൻ പുതിയ നീക്കം സഹായിക്കുമെന്ന് സർവേയിൽ പങ്കെടുത്ത 81.2% പേർ പറയുന്നു. 13.1% ആളുകൾക്ക് എന്നാൽ ചെലവ് ചുരുങ്ങും എന്ന പ്രതീക്ഷയില്ല. ദക്ഷിണേന്ത്യയിലെ 21% ആളുകളും തെരഞ്ഞെടുപ്പ് ചെലവ് കുറയില്ല എന്നാണ് അഭിപ്രായപ്പെട്ടത്. ഒരുമിച്ചുള്ള തെരഞ്ഞെടുപ്പ് ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യപ്രദമാണോ? സ്കൂളുകൾ, കോളേജുകൾ അടക്കം പല സമയങ്ങളിൽ അടച്ചിടുന്നത് ഒഴിവാക്കാനാകില്ലേ? 80.8% ആളുകളാണ് ചോദ്യങ്ങളോട് അനുകൂല നിലപാട് സ്വീകരിച്ചത്. 13.2% ആളുകൾക്ക് യോജിപ്പില്ല. ലോക്സഭയിലേക്കും നിയമസഭയിലേക്കുമുള്ള തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തുമ്പോൾ രാഷ്ട്രീയ പാർട്ടികളെയും സ്ഥാനാർത്ഥികളെയും സംബന്ധിച്ച് വോട്ടർമാർക്ക് ആശയക്കുഴപ്പം ഉണ്ടാകുമോ? ആശയക്കുഴപ്പമുണ്ടായേക്കാമെന്ന് 39.1% ആളുകൾ പറയുമ്പോൾ ആശയക്കുഴപ്പത്തിന് സാധ്യതയില്ലെന്ന് 49.4% പേരും ഉറപ്പിക്കുന്നു. ദക്ഷിണേന്ത്യയിലെ ജനങ്ങൾക്ക് എന്നാൽ ഇതിലും വ്യത്യസ്ത നിലപാടാണ്. തെരഞ്ഞെടുപ്പ് ഒരുമിച്ച് നടത്തിയാൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുമെന്നാണ് 46% ആളുകൾ പറയുന്നത്. പടിഞ്ഞാറൻ സംസ്ഥാനങ്ങൾക്കും ഇതുതന്നെയാണ് അഭിപ്രായം. ഒരുമിച്ച് വോട്ടെടുപ്പ് നടന്നാൽ പോളിംഗ് ശതമാനം ഉയരുമെന്ന് അഭിപ്രായമുള്ളവർ 72%. ദക്ഷിണേന്ത്യയിൽ ഉള്ളവർക്ക് എന്നാൽ ആ പ്രതീക്ഷയും കുറവാണ്. 64.2% ആളുകൾ വോട്ടിംഗ് ശതമാനം കൂടിയേക്കാം എന്ന് അഭിപ്രായപ്പെടുന്നു. ദേശീയ പ്രാദേശിക വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ സഖ്യങ്ങൾ രൂപീകരിക്കാനും സുസ്ഥിര ഭരണത്തിനും ഏത് രീതിയിലുള്ള തെരഞ്ഞെടുപ്പാണ് നല്ലത്? 71.6% ആളുകളും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെയാണ് പിന്തുണയ്ക്കുന്നത്.
17.7% പേർ എതിർക്കുന്നുമുണ്ട്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെ 80%-ലധികം പേർ പിന്തുണച്ചുവെങ്കിലും ആ രീതി ഇന്ത്യൻ ജനാധിപത്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുമോ എന്ന ചോദ്യത്തിന് പിന്തുണ അത്രയുമില്ല. 69.9% ആളുകളാണ് ജനാധിപത്യം ശക്തിപ്പെടുമെന്ന് അഭിപ്രായപ്പെട്ടത്. 13.4% ആളുകൾ ശക്തിപ്പെടില്ലെന്ന് അഭിപ്രായം ഉള്ളവരാണ്. സർവേയിൽ പങ്കെടുത്തവരിൽ 16.7% ആളുകൾക്ക് ഈ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നൽകാനുമായില്ല. അഭിപ്രായ സർവേകൾ ഇപ്രകാരമാണ് എങ്കിലും ബിൽ നിയമമായി വരണമെങ്കിൽ കടമ്പകൾ ഏറെയാണ്. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. 2024 യുക്രൈനിലെ 4168 ചതുരശ്ര കിലോമീറ്റർ ഭൂമി റഷ്യ പിടിച്ചടക്കിയതായി റിപ്പോർട്ട്. വാഷിംഗ്ടൺ DC ആസ്ഥാനമായുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദ സ്റ്റഡി ഓഫ് വാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് ഈ കണ്ടെത്തൽ. ISWന്റെ റിപ്പോർട്ട് പ്രകാരം മൗറീഷ്യസിന്റെ ആകെ വിസ്തൃതിയുടെ ഇരട്ടിയും ന്യൂയോർക്ക് നഗരത്തിന്റെ 5 ഇരട്ടിയും വരും റഷ്യ പിടിച്ചടക്കിയ യുക്രൈൻ ഭൂമി. ഇതിൽ വയലുകളും ചെറിയ പട്ടണങ്ങളുമാണ് പിടിച്ചടക്കിയ ഭൂമിയിൽ ഭൂരിഭാഗവും. യുക്രൈനിൽ നിന്ന് റഷ്യ തിരിച്ചുപിടിച്ച കുർസ്ക് മേഖലയും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. അവ്ദിവ്ക, സെലിഡോ, വുലേധാർ, കുരാഖോവ് എന്നീ 4 സെറ്റിൽമെന്റുകളും റഷ്യ ഈ വർഷം അധീനതയിലാക്കി. മാത്രമല്ല, യുദ്ധത്തിൽ മരണപ്പെട്ടവരുടെ കണക്കും ഭീതിപ്പെടുത്തുന്നതാണ്. 2024 4,27,000 റഷ്യൻ സൈനികർ യുദ്ധത്തിൽ മരിക്കുകയോ പരിക്കേൽക്കുകയോ ചെയ്തതായും വിവരമുണ്ട്. പ്രതിദിനം ശരാശരി 1,180 സൈനികരെ റഷ്യയ്ക്ക് നഷ്ടമാകുന്നു. കഴിഞ്ഞ വർഷം ആകെ 4,30,790 റഷ്യൻ സൈനികരാണ് കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തതെന്നും ISWന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. വിവിധ അന്താരാഷ്ട്ര സംഘടനകളുടെ കണക്കുകൾ പ്രകാരം 1,00,000-ലധികം റഷ്യൻ സൈനികർ കഴിഞ്ഞ വർഷം മാത്രം കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് വ്യക്തമാകുന്നത്. റഷ്യൻ മാധ്യമങ്ങളുടെ കണക്കുകൾ പ്രകാരം 2024 കുറഞ്ഞത് 31,481 റഷ്യൻ സൈനികരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ്. 2022 ഫെബ്രുവരിയിൽ യുദ്ധം ആരംഭിച്ചതിനു ശേഷം 43,000 യുക്രൈനിയൻ സൈനികർ യുദ്ധക്കളത്തിൽ മരിച്ചതായി പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും വെളിപ്പെടുത്തിയിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. സ്കൂൾ കലോത്സവ ജേതാക്കൾക്ക് ഇന്ന് തൃശൂരിൽ സ്വീകരണം നൽകും. കൊരട്ടിയിലാണ് സ്വീകരണമൊരുക്കുക. സ്വർണ്ണക്കപ്പുമായി ഘോഷയാത്രയായി ആകും ടൗൺ ഹാളിലേക്ക് എത്തുക. 1/4 നൂറ്റാണ്ടിന് ശേഷമാണ് തൃശൂരിലേക്ക് സ്വർണ്ണക്കപ്പ് എത്തുന്നത്. റബ്ബർ എസ്റ്റേറ്റിൽ തിന്നുതീർത്ത നിലയിൽ കുറുക്കന്റെ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയതോടെ പേടിയിലാണ് മലപ്പുറം അങ്ങാടിപ്പുറം പരിയാപുരം നിവാസികൾ. മേഖലയിൽ നേരത്തെ പ്രദേശവാസികൾ പുലിയെ കണ്ടിരുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടപടിയെടുക്കാൻ വൈകുന്നതായും ഇവർക്ക് പരാതിയുണ്ട്. കഴിഞ്ഞ ദിവസം രാവിലെ റബ്ബർ വെട്ടാൻ വന്നവരാണ് കുറുക്കന്റെ എന്ന് കരുതുന്ന ഒരു ജീവിയുടെ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. മുഖത്തിന്റെയും കാലിന്റെയും ചില ഭാഗങ്ങളും ആന്തരിക അവയവങ്ങളുമാണ് ശേഷിക്കുന്നത്. പുലി തന്നെയാണ് ഇതിനെ ആക്രമിച്ച് കൊന്നു തിന്നതെന്ന് നാട്ടുകാർ പറയുന്നു. ഇതിനു കുറുക്കൻ്റെ ഒക്കെ ശല്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഇപ്പം കുറുക്കൻ ശല്യവും പട്ടിശല്യമൊക്കെ പറ്റ കുറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾക്ക് സംശയത്തിന് നേരിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. എന്നാലും ജനങ്ങളെല്ലാം ഭീതിയിലാണ്. ഇപ്പോൾ ഞങ്ങൾ രാവിലെ ടാപ്പിന് ഇറങ്ങാത്ത അവസ്ഥയാണ്. പുലി ഇതിൽ വന്നിട്ടില്ല. ഇപ്പം വന്നിട്ടിപ്പോൾ ഒരാഴ്ച മുമ്പാണ് പുലിയെ കാണാൻ തുടങ്ങിയത്. ചീട്ടാമലയെന്നാണ് ആദ്യം കാണുന്നത്. അവിടെ ഇതുപോലെ കുറുക്കൻ്റെ അവശിഷ്ടം കണ്ടിരുന്നു. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഒരാഴ്ച ആവുന്ന മുമ്പാണ് ഇവിടെ പിന്നെ അവശിഷ്ടം കാണുന്നത്. കഴിഞ്ഞയാഴ്ച പ്രദേശത്ത് പുലിയെ കണ്ടവരുണ്ട്. ഇത്ര കാലത്തിനിടെ ഈ മേഖലയിൽ ഇങ്ങനെയൊരു വന്യജീവി ആക്രമണ ഭീതി നിറഞ്ഞിട്ടില്ല. റബ്ബർ എസ്റ്റേറ്റുകളോട് ചേർന്നാണ് വന്യജീവിയുടെ സാന്നിധ്യമെന്നത് റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികളെയും ഭീതിയിലാക്കുന്നു. പുലിയാണോ ഇല്ലയോ എന്നുള്ള ആശങ്ക നമുക്ക് അകറ്റണം. ഇത് ഭയങ്കര ഭീതിയാണ്. ഇത് വെട്ടുകാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വെളുപ്പിന് 2 മണിക്ക് എഴുന്നേറ്റ് വെട്ടാൻ പോകുന്ന ആൾക്കാരാണ്. വെട്ടിന് തടസ്സം വന്നു. ജീവിത പ്രശ്നം ആണ്. ഇപ്പോൾ ഈ ഏരിയയിൽ നടക്കുന്നവരെല്ലാം റബ്ബർ ടാപ്പ് ചെയ്തൊക്കെ ജീവിക്കുന്നവർ കൂടുതലും പേരുണ്ട്. അവരുടെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടാകുന്ന സമയം. ജോലിക്ക് ഇറങ്ങുന്ന അറിയാത്ത അവസ്ഥയാവൂലേ? ജോലിക്ക് ഇറങ്ങുന്നില്ല. വീട് പട്ടിണിയാകുന്നത്. അധികാരികൾ ഇതിന് കണ്ണു തുറക്കണം, അല്ലാതെ യാതൊരു രക്ഷയില്ല. വനം വകുപ്പ് ആശങ്ക പരിഹരിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ഇതോടെ ശക്തമായി. ഇത് അടിയന്തരമായി ജനങ്ങളുടെ ആശങ്ക മാറ്റണം. അതിനെ പുലിയെ പിടിക്കാനായിട്ടുള്ള കോഡും ക്യാമറകളും സ്ഥാപിച്ച് അടിയന്തരമായിട്ട് ഇതിന് ഒരു തീരുമാനം വനം വകുപ്പ് എടുക്കണം. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. പുലിയാണോ പ്രദേശത്തുള്ളതെന്ന് ഉറപ്പിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് അവർ അറിയിച്ചു. ഏറെ വൈകാതെ ജീവിയെ നിരീക്ഷിക്കാൻ ഇവിടെ സംവിധാനങ്ങൾ സജ്ജമാക്കുമെന്നും ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകി. എന്നാൽ നടപടികൾ വൈകിയാൽ പ്രതിഷേധങ്ങൾ പ്രക്ഷോഭങ്ങളിലേക്ക് വഴിമാറിയേക്കും. ന്യൂസ് 18 മലപ്പുറം. ന്യൂസ് 18 രാവിലെയിലെ സ്പെഷ്യൽ ഡേയിലേക്കാണ്. പ്രേക്ഷകരുടെ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഇന്ന്
അതിലേക്ക് പോകാം. തിരുവനന്തപുരം പുന്നയ്ക്കാമുകളിലെ വിഷ്ണു രേവതി ദമ്പതികളുടെ മകൾ നിവേദിത VR-ന്റെ പിറന്നാളാണ് ഇന്ന്. നിവേദിതയ്ക്ക് ന്യൂസ് 8-ന്റെ എല്ലാ ആശംസകളും നേരുന്നു. നല്ല ഒരു പിറന്നാൾ ദിനം ആശംസിക്കുകയും ചെയ്യുന്നു. പെരുമൺ സ്വദേശികളായ അഞ്ജുവിന്റെയും അഭിജിത്തിന്റെയും പിറന്നാളാണ് ഇന്ന്. അഞ്ജുവിനും അഭിജിത്തിനും പിറന്നാൾ ആശംസകൾ. നിങ്ങളുടെ വീട്ടിലെ വിശേഷ അവസരങ്ങൾ ഞങ്ങളെ അറിയിക്കാം. ആ സന്തോഷ ദിനത്തിൽ ന്യൂസ് 18 സ്ക്രീനിൽ നിങ്ങൾക്ക് എത്താം. അതിനായി ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9346975748. വാട്സപ്പ് ചെയ്യേണ്ട ഫോർമാറ്റ് സ്പെഷ്യൽ ഡേ, പേര്, ഫോൺ നമ്പർ, പിന്നീട് എന്താണ്, പിറന്നാളാണോ വിവാഹവാർഷികമാണോ, ഏത് വിശേഷം ആണ് ഇന്നുള്ളത് എന്നതുകൂടി ചേർത്ത് അയക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ വിശേഷ അവസരങ്ങൾ ന്യൂസ് 18-നൊപ്പം ആഘോഷിക്കാം. ഇനി ഇന്ന് സംഭവിക്കാനിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകാം. ഇന്ന് ഇത് സംഭവിക്കും. ബോബി ചെമ്മണ്ണൂരിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. മൊബൈൽ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും. ബോച്ചി നടത്തിയത് മറ്റു പരാമർശങ്ങളുടെ തെളിവുകൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം കൂടുതൽ നിയമ പോരാട്ടത്തിനൊരുങ്ങി ഹണി റോസും രംഗത്ത് വന്നിട്ടുണ്ട്. വീഡിയോയ്ക്ക് മോശം തംബ്നെയിലിട്ട 20 യൂട്യൂബ് ചാനലുകൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് അവർ പോലീസിനെ സമീപിച്ചിരിക്കുന്നത്. അതിലും ഇന്നൊരു പക്ഷേ കൂടുതൽ നടപടികൾ ഉണ്ടായേക്കാം. സംസ്ഥാന സ്കൂൾ കലോത്സവ ജേതാക്കൾക്ക് ഇന്ന് തൃശൂരിൽ സ്വീകരണം നൽകുന്നുണ്ട്. കൊരട്ടിയിലാണ് സ്വീകരണം ഒരുക്കുന്നത്. സ്വർണ്ണക്കപ്പുമായുള്ള ഘോഷയാത്ര ടൗൺ ഹാളിലേക്ക് എത്തും. 1/4 നൂറ്റാണ്ടിന് ശേഷമാണ് തൃശൂർ കലാകിരീടത്തിൽ മുത്തമിടുന്നത്. അവസാനം കപ്പ് നേടിയത് 1999-ലാണ്. നമുക്കറിയാം, ഇന്നലെ പെരിയ കേസിൽ 4 CPM നേതാക്കളായ 4 പ്രതികളുടെ ശിക്ഷാവിധി സ്റ്റേ ചെയ്തിരുന്നു ഹൈക്കോടതി. ഇന്ന് അവർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന ദിവസമാണ്. ഉദുമ മുൻ MLA KV കുഞ്ഞിരാമൻ, K മണികണ്ഠൻ, വെളുത്തോളി രാഘവൻ, KV ഭാസ്കരൻ എന്നിവരാണ് പുറത്തിറങ്ങുക. KV കുഞ്ഞിരാമൻ അടക്കമുള്ളവരെ ജയിലിന് പുറത്ത് CPM നേതാക്കൾ സ്വീകരിക്കുന്നുണ്ട്. ഇന്ന് KPCC നേതൃയോഗം ഇന്ന് ചേരുന്നുണ്ട്. പാർട്ടി ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ ഉച്ചയ്ക്ക് 2 മണിക്കാണ് നേതൃയോഗം. യോഗത്തിൽ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗങ്ങളും മുൻ KPCC അധ്യക്ഷന്മാരും പങ്കെടുക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കം ചർച്ച ചെയ്യും. മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി PV അൻവർ ഇന്ന് കൂടിക്കാഴ്ചയും നടത്തുന്നുണ്ട്. തിരുപ്പതിയിലെ തിരക്കിൽപ്പെട്ട് 6 പേർ മരിച്ച സംഭവത്തിൽ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ഇന്ന് തിരുപ്പതിയിലെത്തുന്നുണ്ട്. തിരുപ്പതി ക്ഷേത്രത്തിലുണ്ടായ അപകടത്തിൽ ദുഃഖം രേഖപ്പെടുത്തി പ്രധാനമന്ത്രി. മഹാകുംഭമേള ഒരുക്കങ്ങൾ പരിശോധിക്കാൻ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പ്രയാഗ്രാജ് സന്ദർശിക്കുന്നുണ്ട്. കുംഭമേളയ്ക്കുള്ള സുരക്ഷാ സംവിധാനങ്ങൾ പരിശോധിക്കുന്ന യോഗി ഇന്ന് പ്രയാഗ്രാജിൽ തങ്ങും. കുംഭമേളയോട് അനുബന്ധിച്ച് നടത്തുന്ന താൽക്കാലിക നിർമ്മാണ പ്രവർത്തനങ്ങളും യോഗി ഉദ്ഘാടനം ചെയ്യും. നാളെയും യോഗി പ്രയാഗ്രാജിൽ തുടരും. പതിനെട്ടാമത് പ്രവാസി ഭാരതീയ ദിവസ് ഒഡീഷയിലെ ഭുവനേശ്വറിൽ രാവിലെ 9-ന് ഭുവനേശ്വറിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് മഹാത്മാഗാന്ധി ഇന്ത്യയിൽ മടങ്ങിയെത്തിയതിന്റെ അനുസ്മരണാർത്ഥമാണ് പ്രവാസി സമ്മേളനം ജനുവരി 9-ന് നടത്തുക. വികസിത് ഭാരതിലേക്ക് പ്രവാസി സംഭാവനകൾ എന്നതാണ് ഇക്കുറി പ്രമേയം. സ്വവർഗ വിവാഹം സംബന്ധിച്ച് വിധി ഇന്ന് സുപ്രീം കോടതി പുനഃപരിശോധിക്കും. 2023-ലെ ചരിത്രപ്രധാനമായ വിധിയാണ് പുനഃപരിശോധിക്കുക. ജസ്റ്റിസുമാരായ BR ഗവായ്, സൂര്യകാന്ത്, PS നരസിംഹ, ദീപാങ്കർ ദത്ത, BV നാഗരത്ന എന്നിവരടങ്ങിയ ഭരണഘടനാ ബെഞ്ചാണ് കേസ് പരിഗണിക്കുക. 13 പുനഃപരിശോധനാ ഹർജികളാണ് ഇവരുടെ പരിഗണനയ്ക്ക് വരിക. തുറന്ന കോടതിയിൽ വാദം നടത്തണമെന്ന ആവശ്യം ബെഞ്ച് നേരത്തെ നിരാകരിച്ചിരുന്നു. ISL ഇന്ന് ചെന്നൈയിൻ FC ഒഡീഷയെ നേരിടും. ചെന്നൈയിൽ രാത്രി 7:30-ക്കാണ് മത്സരം. മറ്റു വാർത്തയിലേക്ക് പോകണം. ബാഴ്സലോണ സ്പാനിഷ് സൂപ്പർ കപ്പ് ഫൈനലിൽ കടന്നു. അത്ലറ്റിക് ബിൽബാവോയെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തകർത്താണ് ബാഴ്സയുടെ ഫൈനൽ പ്രവേശം. ഗാവിയും യമാലുവുമാണ് ബാഴ്സയ്ക്കായി ഗോൾ നേടിയത്. നാളെ നടക്കുന്ന റയൽ മല്ലോർക്ക മത്സരത്തിലെ
വിജയികളാണ് ഫൈനലിൽ ബാഴ്സയുടെ എതിരാളികളാവുക. രാവിലെയിൽ ഇന്ന് ഇത് കണ്ടോ?